ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗും ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്യൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ഭൂഗോളവർണ്ണന മുതലാണ് പറയണമെന്ന് അവിടെ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യഭാരം മതിയാക്കിയ വിരക്തനായിത്തീർന്ന ഭരതചക്രവർത്തി എല്ലാം വിട്ട് സന്യാസിയായി പുലഹാശ്രമത്തിൽ ചെന്ന് താമസിച്ചു. അതിനെ തുടർന്നുള്ള രാജവംശ കഥ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നീട് ഭരതൻ്റെ പുത്രൻ സുമതി കുറച്ചു കാലം രാജ്യം ഭരിച്ചു. കാലക്രമേണ പിതാമഹനെ പോലെ അദ്ദേഹവും അവധൂതനായി. പിന്നാലെ ഒട്ടേറെ രാജാക്കന്മാർ ഈ രാജ്യം ഭരിച്ചു. അവരിൽ ഒരാളായിരുന്നു ജ്ഞാനിയായ പ്രതീഹൻ. മറ്റൊരാളാണ് ഗയൻ. മഹാത്മാവാണ് അദ്ദേഹം. ഭഗവാന്റെ അവതാരമായിരുന്നു. സത്യസങ്കല്പനായ ഇദ്ദേഹത്തെ സാധ്വികളായ ദക്ഷകന്യകമാർ പുണ്യനദീജലം കൊണ്ട് അഭിഷേകം ചെയ്തു എന്നൊക്കെയാണ്. അദ്ദേഹത്തിനൊരു സ്വാർത്ഥ ചിന്തയും ഇല്ലായിരുന്നു. ഭൂമിദേവി പശുവായി നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് വേണ്ടതൊക്കെ ചുരത്തി കൊടുത്തു എന്നാണ്. ഗയന്റെ യജ്ഞശാലയിൽ ഭഗവാൻ നേരിട്ട് വന്ന് ഹവിസ് സ്വീകരിച്ചു. മനുഷ്യർ ചെയ്യുന്ന യജ്ഞത്തിൽ പലതരം അശുദ്ധികളുണ്ടാകാം. അതുകൊണ്ട് ഇന്ദ്രവരുണാദി ദേവന്മാർ നേരിട്ട് യജ്ഞശാലയിൽ വരിക പതിവില്ല. അവർക്ക് നൽകേണ്ട ഹവിസുകൾ, ഋത്തിക്കുകൾ അഗ്നിയിൽ സമർപ്പിക്കാറാണ് പതിവ്. അഗ്നി അതെല്ലാം അതത് ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് ദേവന്മാരുടെ മുഖമാണ് അഗ്നി എന്ന് പറയാറുണ്ട്. ഗയന്റെ യജ്ഞത്തിൽ യാതൊരു തരം അശുദ്ധിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ദേവന്മാർ നേരിട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞത്. യജ്ഞാംഗമായ സോമപാനത്താൽ ഇന്ദ്രൻ അത്യധികം സന്തോഷിച്ചു എന്നൊക്കെയാണ്. ഗയനെ അനുകരിക്കാൻ ആർക്കും പറ്റിയില്ല. ഇദ്ദേഹം ഭഗവാന്റെ കലാവതാരമാണ്. ഈ വംശത്തിലെ അവസാനത്തെ രാജാവാണ് വിരജൻ. പ്രയവ്രതം വംശമിമം വിരജശ്ചരമോദ്ഭവാം അഗരോദത്യലം കീർത്തിയ വിഷ്ണു സുരഗണം യഥാ. ഒടുവിൽ ജനിച്ചവനായ വിരജൻ സ്വപ്രവൃത്തിയിൽ നിന്നുണ്ടായ സൽകീർത്തി കൊണ്ട് പ്രിയവ്രത രാജവംശത്തെ ശ്രീ മഹാവിഷ്ണു ദേവസമൂഹത്തെ എന്ന പോലെ അധികം അലങ്കരിച്ചു. ആ രാജവംശത്തിൽ ജനിച്ചവരെല്ലാം മഹാന്മാരായിരുന്നു എന്ന് സൂചിപ്പിച്ചു. പിന്നീടാണ് പരീക്ഷിത് രാജാവ് ശുക മഹർഷിയോട് ചോദിക്കുകയാണ്, അങ്ങ് ഭൂഗോളത്തെ ഒന്ന് വിസ്തരിച്ചു പറഞ്ഞു തരണം. ഭഗവാന്റെ സ്ഥൂലമായ രൂപമാണ് ഈ ജഗത്ത്. അത് വിസ്തരിച്ചു പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോഴാണത് വിസ്തരിച്ച് പറയാൻ തുടങ്ങിയത്. ഇനി ആദ്യം പറഞ്ഞ ഭാഗം ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രിയവ്രതൻ തേരിൽ ദിവ്യമായ രഥത്തിൽ
ഭൂപ്രദക്ഷിണം ചെയ്തപ്പോൾ ആ രഥാഗ്രം കൊണ്ട ഭാഗങ്ങളൊക്കെ വലിയ ഗർത്തങ്ങളായിട്ട് തീർന്നു. അതിൽ ജലം നിറഞ്ഞ് മഹാസമുദ്രങ്ങളുണ്ടായി. ഇടയിൽപ്പെട്ട ഭാഗങ്ങൾ ദ്വീപുകളുമായിട്ട് മാറി എന്നാണ്. അങ്ങനെ ഭൂമി 7 മഹാസമുദ്രങ്ങളുടെയും 7 ദ്വീപുകളുടെയും യോഗമായിട്ട് മാറി. ഒരു താമരപ്പൂവിൻ്റെ ആകൃതിയിലാണ് ഈ ഭൂമി വർത്തിക്കുന്നത് എന്ന് നമുക്ക് സങ്കല്പിച്ചാൽ, താമരപ്പൂവിൻ്റെ മധ്യത്തിൽ കർണികയുണ്ട്. മഹാമേരു പർവ്വതം ഭൂമിയാകുന്ന താമരപ്പൂവിൻ്റെ കർണികയാണ്. അതിന് ചുറ്റുമാണ് ജംബൂദ്വീപ്. ജംബൂദ്വീപിനെ വലയം ചെയ്തുകൊണ്ട് ഉപ്പു സമുദ്രം സ്ഥിതി ചെയ്യുന്നു. അതായത് ക്ഷാരോദം സ്ഥിതി ചെയ്യുന്നു. ആ ജംബൂദ്വീപിനെ വലയം ചെയ്തുകൊണ്ടുള്ള ഉപ്പു സമുദ്രത്തിനെ വലയം ചെയ്തുകൊണ്ട് പ്ലക്ഷം എന്ന ദ്വീപ്, അതിനു ചുറ്റും കരിമ്പിൻ നീരാകുന്ന സമുദ്രം ഇക്ഷുരസോദം, ഇതിനു ചുറ്റുമായിട്ടാണ് ശാൽമലി ദ്വീപ്. ആ ശാൽമലി ദ്വീപിനെ ചുറ്റിക്കൊണ്ടാണ് സുരോദം അല്ലെങ്കിൽ മധ്യസമുദ്രം. ആ സുരോദത്തിനെ ചുറ്റിക്കൊണ്ട് കുശദ്വീപ്, കുശദ്വീപിന് ചുറ്റും ഖൃദോദം അല്ലെങ്കിൽ നെയ്ക്കടൽ, ഖൃദോദത്തെ ചുറ്റിക്കൊണ്ടാണ് ക്രൗഞ്ചദ്വീപ്, ക്രൗഞ്ചദ്വീപിനെ ചുറ്റിക്കൊണ്ടാണ് ക്ഷീരോദം അല്ലെങ്കിൽ പാൽസമുദ്രം, ക്ഷീരോദത്തിന് ചുറ്റും ശാഖദ്വീപ്, അതിനു ചുറ്റും തൈര് സമുദ്രം അല്ലെങ്കിൽ ദധിമണ്ഡോദം, അതിനും ചുറ്റിയാണ് പുഷ്കരദ്വീപ്. ആ പുഷ്കരദ്വീപിനെ ചുറ്റിയാണ് ശുദ്ധജല സമുദ്രം അല്ലെങ്കിൽ ശുദ്ധോദം. ജംബു, പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാഖം, പുഷ്കരം 7 ദ്വീപുകൾ. ഓരോ ദ്വീപുകളിൻ്റെയും വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹാസമുദ്രങ്ങൾ ക്ഷാരോദം, ഇക്ഷുരസോദം, സുരോദം, ഖൃദോദം, ക്ഷീരോദം, ദധിമണ്ഡോദം, ശുദ്ധോദം എന്നിങ്ങനെ 7 മഹാസമുദ്രങ്ങളും. പ്രിയവ്രതന് 13 പുത്രന്മാർ, 2 ഭാര്യമാരായിട്ട്. ഇതിൽ 3 പേര് മന്വന്തരാധിപന്മാരായിട്ട് മാറി, 3 പേര് തപസ്വികളായി, ബാക്കി 7 പേര്. ഇതിൽ ആദ്യ പുത്രനായ ആഗ്നിധ്രൻ ജംബൂദ്വീപ് ഭരിച്ചു. അല്ലെങ്കിൽ 7 പുത്രന്മാർക്കും 7 ദ്വീപുകൾ വീതമായിട്ട് കൊടുത്തു. അതിൽ ആഗ്നിധ്രന് കിട്ടിയ വീതമാണ് ജംബൂദ്വീപ്. ഇത്മജിഹ്വന് പ്ലക്ഷം, യജ്ഞബാഹുവിന് ശാൽബലം, ഹിരണ്യരേതസിന് കുശം, ഘൃതപൃഷ്ഠന് ക്രൗഞ്ചം, മേധാതിഥിക്ക് ശാഖദ്വീപ്, വീതിഹോത്രന് പുഷ്കരം. ഇങ്ങനെ 7 പേർക്കും 7 ദ്വീപുകൾ വീതമായിട്ട് കിട്ടി. ഇനി പ്രിയവ്രതനൻ്റെ മൂത്തപുത്രനായ ആഗ്നിധ്രന് കിട്ടിയ വീതം ആ ജംബൂദ്വീപ്, അദ്ദേഹത്തിന് 9 പുത്രന്മാർ: നാഭി, കിംപുരുഷൻ, ഹരിവർഷൻ, ഇളാവൃതൻ, രമ്യകൻ, ഹിരൺമയൻ, കുരു, ഭദ്രാശ്വൻ, കേതുമാലൻ. ഈ 9 പേർക്ക് തനിക്ക് കിട്ടിയ ജംബൂദ്വീപിനെ 9 വിഭജിച്ച് കൊടുത്തു. അതിൽ മധ്യഭാഗമാണ് ഇളാവൃതം. ഇളാവൃതത്തിന് തെക്ക് ഭാഗം 3 പേരുടെ വീതവും, വടക്കു ഭാഗം 3 പേരുടെ വീതവും, കിഴക്കും പടിഞ്ഞാറും ഓരോരുത്തരുടെ വീതവും. അപ്പോൾ 3 3 6 1 7 1 8 നടുക്കഷ്ണമൊക്കെ കൂട്ടിപ്പോൾ 9 വീതം.
ഏറ്റവും ഇപ്പോൾ തെക്ക് ഭാഗത്തിൽ 3 പേരുടെ വീതമെന്ന് പറഞ്ഞാൽ ഏറ്റവും തെക്കേ അറ്റത്ത് മുതൽ വടക്കേ അറ്റം വരെ പോയാൽ 7 പേരുടെ വീതം പറയാം. അത് പ്രായക്രമം അനുസരിച്ച് പറഞ്ഞാൽ ഏറ്റവും തെക്കേ അറ്റത്ത് നാഭി, പിന്നെ കിംപുരുഷൻ, പിന്നെ ഹരിവർഷൻ വടക്കോട്ട് വരുവാണ്, പിന്നെ ഇളാവൃതന്, പിന്നെ രമ്യകന്, ഹിരൺമയന്, കുരുവിന്. അപ്പം തെക്ക് മുതൽ വടക്കേ അറ്റം വരെ ഏറ്റവും തെക്കേ അറ്റത്ത് നാഭിയുടെയും ഏറ്റവും വടക്കേ അറ്റത്ത് കുരുവിനും, കിഴക്ക് ഭദ്രാശ്വനും, പടിഞ്ഞാറ് കേതുമാലനും. ഓരോരുത്തർക്കും കിട്ടിയ വീതത്തെ ഭൂവിഭാഗത്തിന് അവരവരുടെ പേരുകൾ തന്നെ കൊടുത്തു. നാഭി, കിംപുരുഷം, ഹരിവർഷം മുതലായിട്ട് ഈ ഭൂവിഭാഗങ്ങൾക്ക് 8 പർവ്വതങ്ങൾ അതിരുകളായിട്ട് വർത്തിക്കുന്നു. ഇനി പറയാണ്, വൃത്താകൃതിയിലുള്ള ജംബൂദ്വീപിൻ്റെ ഏറ്റവും ഉൾഭാഗത്ത് വർത്തിക്കുന്ന ഭൂവിഭാഗമാണ്, മധ്യഭാഗമാണ് ഇളാവൃതം. ആ ഇളാവൃതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ദിശകൾ ഒക്കെ പറയണതെന്നർത്ഥം. ഈ ജംബു മുതലായ 7 ദ്വീപുകളിലും ഈശ്വരോപാസന നിർവിഘ്നം നടന്നുകൊണ്ടിരിക്കുന്നു. ജംബൂദ്വീപിലെ ഉപാസനാ സമ്പ്രദായത്തെ ആദ്യം വർണ്ണിക്കുകയാണ്. താമര പോലെ വർത്തിക്കുന്ന ഭൂമിയുടെ നടുവിൽ കർണിക പോലെ മഹാമേരു വർത്തിക്കുന്നു എന്ന് പറഞ്ഞു. മഹാമേരുവിൻ്റെ ഉപരിഭാഗത്ത് മധ്യത്തിലാണ് ബ്രഹ്മാവിൻ്റെ സ്ഥാനം. അതിന് ചുറ്റും കിഴക്കു മുതൽ 8 ദിശകളിൽ ഇന്ദ്രൻ മുതലായ ലോകപാലന്മാരുടെ പുരങ്ങൾ ഉണ്ട്. വാമനമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാന്റെ ഒരു പാദം ഉയർന്ന് അണ്ഡകടാഹം ഭേദിച്ചു എന്നാണ് അവിടെ നടന്ന സന്ദർഭത്തിൽ. അപ്പം അതിന് മുകളിലുണ്ടായിരുന്ന ജലം ഭഗവാന്റെ പാദത്തിലൂടെ കീഴോട്ട് ഒഴുകി, അത് ആകാശമാർഗത്തിലെത്തി. അതുകൊണ്ട് അതിനെ ആകാശഗംഗ എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഭഗവാന്റെ സ്ഥാനം തന്നെയായ ധ്രുവപദം. ഭക്തോത്തമനായ ധ്രുവൻ അവിടെ വർത്തിക്കണു. ഭഗവാന്റെ ഈ പാദതീർത്ഥം കൊണ്ട് 3 സന്ധ്യയിലും സ്വന്തം ശിരസ് നനയ്ക്കണു. സപ്തർഷിമാർ ഈ ഗംഗാജലത്തെ എന്നും സ്വന്തം ജടകൾ കൊണ്ട് വഹിക്കണു. ഗംഗാദേവി ഭക്തന്മാരെ ശുദ്ധീകരിക്കണു. ആകാശഗംഗ അവിടെ നിന്ന് ഇറങ്ങി ചന്ദ്രമണ്ഡലത്തിലൂടെ മേരുവിൻ്റെ മൂർധാവിലുള്ള ബ്രഹ്മാവിൻ്റെ ആസ്ഥാനത്തിൽ വന്ന് പതിക്കണു. തുടർന്ന് അത് സീത, അളകനന്ദ, ചക്ഷുഷ്, ഭദ്ര എന്നിങ്ങനെ 4 നദികളായിട്ട് പിരിഞ്ഞ് സമുദ്രത്തിലേക്ക് ഒഴുകുന്നു. ഇനി പറയാണ്, ജംബൂദ്വീപിന് 9 വിഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ഭാരതം ഒഴികെയുള്ള 8 ഭാഗങ്ങളും സുഖാനുഭവങ്ങൾക്കുള്ളതാണ്. ഭാരതത്തിൽ വച്ച് യജ്ഞാദികർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പുണ്യം സമ്പാദിച്ച മനുഷ്യർ സ്വർഗത്തിൽ ചെന്ന് സുഖം അനുഭവിച്ച് കുറേ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ ശേഷിച്ച പുണ്യവുമായിട്ട് ഇവിടെ ഈ പറഞ്ഞ 8 ഭൂവിഭാഗങ്ങളിൽ, അതായത് ജംബൂദ്വീപിൻ്റെ ഭാരതം ഒഴികെയുള്ള ഭാഗങ്ങളിൽ വന്ന് ബാക്കിയുള്ള ആ പുണ്യം കൊണ്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കണം. ഈ ഭൂമിയിൽ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സ്ഥാനമാണ്
ജംബൂദ്വീപിൻ്റെ ഭാരതം ഒഴികെയുള്ള 8 ഭാഗങ്ങളും. അതുകൊണ്ട് ഇതിനെ ഭൗമസ്വർഗം എന്ന് വിളിച്ചു. ഭാരതം കർമ്മഭൂമിയാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള സ്ഥലമാണ് ഭാരതം. ഈ ലോകത്തിന് ഒരു പൂജാമുറി ഉണ്ടെങ്കിൽ അത് ഭാരതമാണ്. അതായത് ലോകത്തിൻ്റെ ശ്രീകോവിലാണ് ഭാരതം. പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ളതാണ്. ബാക്കിയുള്ള 8 ഭാഗങ്ങളും സുഖാനുഭവങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഭൗമസ്വർഗം എന്ന് വിളിച്ചു. സ്വർഗലോകങ്ങൾ 3 തരം. ഭൂമിയിലെ സ്വർഗം ഭൗമസ്വർഗം, ഭൂമിക്ക് മുകളിലുള്ള സ്വർഗം ദിവ്യസ്വർഗം, ഭൂമിക്ക് താഴെയുള്ള സ്വർഗങ്ങളെ ബിലസ്വർഗങ്ങളെന്നും വിളിച്ചു. ദിവ്യസ്വർഗത്തിലെ സുഖാനുഭവം കഴിഞ്ഞാണ് ഭൗമസ്വർഗത്തിലെത്തണത്. ഭൂമിയുടെ താഴെയുള്ള അതലം, വിതലം മുതലായ ലോകങ്ങളാണ് ബിലസ്വർഗത്തിൽ പെടണത്. ഇനി ജംബൂദ്വീപിൻ്റെ 9 വിഭാഗങ്ങളിലും ഭഗവാൻ ഓരോ രൂപത്തിൽ സന്നിഹിതനായി ഭക്തന്മാരുടെ സ്തുതി കേട്ടുകൊണ്ടവരെ അനുഗ്രഹിക്കുന്നു. ഇനി ആ ഭക്തന്മാരെക്കുറിച്ച്, അവരുടെ ഉപാസനാമൂർത്തിയെക്കുറിച്ചൊക്കെ പറയാണ്. മഹാമേരുവിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ദേശമാണ് ഇളാവൃതം. ആ ഇളാവൃതത്തിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. പ്രവേശിച്ചാൽ സ്ത്രീയായിട്ട് പോവുകയും ചെയ്യും. അവിടെ പരമശിവൻ അല്ലാതെ മറ്റൊരു പുരുഷനില്ല. ആ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതീ സമേതനായി അവിടെ വർത്തിച്ച് സംഘർഷണരൂപിയായ ഭഗവാനെ സ്തുതിക്കുന്നു. ഭജേ ഭജന്യാരണപാദപങ്കജം ഭഗസ്യ കൃഷ്ണസ്യ പരംപരായണം ഭക്തേഷ്വലം ഭാവിതഭൂതഭാവനം ഭവാപഹം ത്വാ ഭവഭാവമീശ്വരം. ഭജിക്കുന്നവർക്ക് അഭയം നൽകുന്ന പാദപങ്കജം, എല്ലാ ഐശ്വര്യങ്ങൾക്കും ആശ്രയഭൂതനും ഭക്തന്മാരുടെ സംസാര ദുഃഖം തീർക്കുന്നവനും അഭക്തന്മാർക്ക് സംസാര ദുഃഖം നൽകുന്നവനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതിലയ കാരണമായിട്ടും ത്രിഗുണങ്ങളോട് കൂടാത്തതായിട്ടും അപരിച്ഛിന്നനായും ഋഷികൾ ആരെ പറയുന്നുവോ, ഏതൊരുവൻ്റെ സഹസ്രം ശിരസ്സുകളിൽ ഒരേയിടത്ത് കടുകുമണി പോലെ ഇരിക്കുന്ന ഭൂമണ്ഡലത്തെ അറിയുന്നില്ലല്ലോ, ആ ഭഗവാന്റെ മഹിമയെ അറിയുന്നില്ലല്ലോ. ആ ഇളാവൃതത്തിൽ സംഘർഷണമൂർത്തിയെ പാർവതീ പരമേശ്വരന്മാർ സദാ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംഘർഷണമൂർത്തിയാണ് ഈ ഭൂമിയെ തൻ്റെ ശിരസിൽ ഒരു കടുകുമണി പോലെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അവിടുത്തെ ആ മഹിമയെ ഓർക്കാതെ എങ്ങനെ പോകും? അപ്പോൾ ഇളാവൃതത്തിൽ സംഘർഷണമൂർത്തിയെ ഭജിച്ചുകൊണ്ടിരിക്കണു പാർവതീ പരമേശ്വരന്മാർ. ഭദ്രാശുവർഷത്തിൽ നിർഹൃത്യ പുത്രം പിതരം ജിജീവിഷതി അഹോ വിചിത്രം ഭഗവൽ വിചേഷ്ടിതം. കണ്ണുണ്ടായിട്ടും മൃത്യുവിനെ കാണുന്നില്ല. വൃദ്ധനായ പിതാവ് യുവാവായ പുത്രൻ മരിച്ചിട്ടും അവരുടെ ധനം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് പാപകർമ്മങ്ങളിൽ ചെയ്യണോ?
വദന്തി വിശ്വം കവയസ്മനശ്വരം പശ്യന്തി ജാധ്യാത്മവിതോ വിപശ്ചിത തഥാപി മുഹ്യന്തി തവാജമായയാ സുവിസ്മിതം കൃത്യമജം നതോസ്മിതം. ഈ വിശ്വം നശ്വരമാണെന്ന് കവികളും ആത്മാവിനെ അറിഞ്ഞ പണ്ഡിതന്മാരും പറയണു, നേരിട്ട് കാണുകയും ചെയ്യണു. എങ്കിലും ഹേ അജ, അങ്ങയുടെ മായയാൽ മോഹിതരാകുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും മോഹിച്ചു പോകുന്നു. അത്ഭുതം തന്നെ. അജനായ ഭഗവൻ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഭദ്രാശ്വവർഷത്തിലെ ഭദ്രശ്രവസ്സുകളെന്ന മഹർഷിമാര് ഹയഗ്രീവമൂർത്തിയായ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. മധുകേടഭന്മാരെ നിഗ്രഹിച്ച് ലോകത്തിന് സമാധാനമുണ്ടാക്കാൻ വേണ്ടി അവതരിച്ചതാണ് ആ ഹയഗ്രീവമൂർത്തി. അങ്ങനെയുള്ള ആ മധുകേടഭ നിഗ്രഹത്തിനായിട്ട് അവതരിച്ച ഹയഗ്രീവമൂർത്തിയെ ഭദ്രാശ്വവർഷത്തിലെ ഭദ്രശ്രവസ്സുകൾ എന്ന മുനിമാര് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹരിവർഷത്തിൽ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. സ്വസ്ത്യസ്ഥു വിശ്വസ്യ ഖലപ്രസീദതാം ധ്യായന്തു ഭൂതാനി ശിവം മിഥോ ധിയാ മനസ്സഭദ്രം ഭജതാധോക്ഷജേ ആവേശ്യതാം നോ മതിരപ്യഹൈതുകീ. വീട്, കളത്രം, ധനം, പുത്രൻ, ബന്ധുക്കൾ ഇവയിൽ ആസക്തി ഉണ്ടാകാതിരിക്കട്ടെ. ആസക്തി ഭഗവത് ഭക്തന്മാരിലാകട്ടെ. ഭക്തന്മാർ മനസംയമനം ശീലിച്ചവർ, ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രം അന്നാദികളെ സ്വീകരിക്കുന്നവർ, അവർക്ക് എത്ര വേഗം മുക്തി കിട്ടുന്നുവോ അത്ര വേഗത്തിൽ ഗൃഹാദികളിൽ ആസക്തരായവർക്ക് മുക്തി ലഭിക്കണില്ല. ഭക്തന്മാരുടെ സംഗമത്തിൽ ഭഗവത് കഥകൾ കേൾക്കാൻ സാധിക്കും. അതുമൂലം അന്ധഃകരണ മാലിന്യം വാസന ക്ഷയിക്കണു. തീർത്ഥസ്നാനം ശരീരത്തെ മാത്രം ശുദ്ധമാക്കും, എന്നാൽ സത്സംഗം മനഃശുദ്ധിയും നൽകും. അതുകൊണ്ട് ഭക്തന്മാരെ സേവിക്കുക തന്നെ വേണം. ആർക്കാണോ ഭഗവത് ഭക്തിയുള്ളത് അവൻ്റെ ഹൃദയത്തിൽ ദേവന്മാർക്ക് ധർമ്മജ്ഞാനാദി സർവഗുണങ്ങളോടും കൂടി ദേവന്മാർ വസിക്കണു. അവിടെ ദേവന്മാർക്ക് സ്ഥാനമുണ്ട്, ദേവന്മാർ വസിക്കുകയും ചെയ്യും. ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേനാസതി ധാവതോ ബഹി. ഭക്തിയില്ലാത്തവൻ എങ്ങനെ സദ്ഗുണം ഉണ്ടാവും? അവൻ്റെ മനസ്സ് സദാ വിഷയത്തിൽ രമിച്ചുകൊണ്ടേയിരിക്കും. ഹരിർഹി സാക്ഷാൽ ഭഗവാൻ ശരീരിണാം ആത്മാക്ഷഷാണാം ഇവ തോയമിപ്സിതം ഹിത്വാ മഹാംസ്തം യതി സജ്ജതേ ഗൃഹേ തദാ മഹത്വം വയസാ ദമ്പതീനാം. മത്സ്യങ്ങൾക്ക് ജലം പോലെ പ്രിയം മറ്റൊന്നില്ല. ശരീരമുള്ളവർക്ക് ഏറ്റവും പ്രിയം ഭഗവാൻ. ആ മഹാപുരുഷനെ വേണ്ടെന്ന് വച്ചിട്ട് ഗൃഹാദികളിൽ ആസക്തനായാൽ അവൻ എന്തു മഹത്വമാണുള്ളത്? ദമ്പതികളിൽ പുരുഷന് പ്രായം കൊണ്ട് മഹത്വം സിദ്ധിക്കും. അതുപോലെ മാത്രം അല്ലാതെ ജ്ഞാനം കൊണ്ടില്ല. ഈ പ്രായം കൊണ്ട് മാത്രം മഹത്വം നേടിയാൽ മതിയോ?
അനുസരിച്ചുള്ള ജ്ഞാനവും നേടണ്ടേ. തസ്മാൽ രജോരാഗ വിഷാദമന്യുമാനസ്പൃഹ ഭയദൈന്യാധിമൂലം ഹിത്വാ ഗൃഹം സംസൃതിചക്രവാളം നൃസിംഹപാദം ഭജതാകുതോ ഭയം ഇതി. തൃഷ്ണ, രാഗം, വിഷാദം, കോപം, അഭിമാനം, ആഗ്രഹം, ഭയം, ദീനത തുടങ്ങിയ സന്താപങ്ങൾക്ക് കാരണമായതും ജനനമരണമായ സംസാരത്തിന് കാരണവുമായ ഗൃഹാദികളിലുള്ള ആസക്തി വിട്ട് നിത്യവും നൃസിംഹപാദം ഭജിക്കുന്നവർക്ക് എവിടെയാണ് ഭയം? നാരായണ. പിന്നെ കേതുമാലത്തെക്കുറിച്ച് പറഞ്ഞു. കേതുമാലത്തിൽ ലക്ഷ്മി ദേവി കാമദേവസ്വരൂപനായ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീയോ വ്രതൈസ്ത്വാ ഹൃഷീകേശ്വരം സ്വതോ ഹ്യാരാധ്യലോകേ പതിമാസാസതേന്യം താസാം നതേ വൈ പരിപാന്ത്യ അപത്യം പ്രിയം ധനായൂംഷി യതോ സ്വതന്ത്ര. ലോകത്തിൽ സ്ത്രീകൾ വ്രതാനുഷ്ഠാനം കൊണ്ടും മറ്റും അന്യനായ ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി ഇന്ദ്രിയങ്ങൾക്കെല്ലാം നാഥനായ ഈശ്വരനെ ഭജിക്കണു. എന്നാൽ അങ്ങനെ ആരാധിച്ച് കിട്ടുന്ന ഭർത്താവിന് ഇതിനൊന്നും രക്ഷിക്കാൻ കഴിവില്ല. ആരാണോ നിർഭയനായി ദുഃഖിക്കുന്ന അന്യരെ സകല പ്രകാരത്തിലും രക്ഷിക്കുന്നത് അവനാണ് പതി. അതീശ്വരൻ മാത്രമാണ്. സ്ത്രീയായാലും പുരുഷനായാലും ഭഗവത്പാദങ്ങളെ വിട്ട് മറ്റു വസ്തുക്കളെ ലഭിക്കാൻ വേണ്ടി ഉപാസിക്കുന്നു. അവിടെ അവൻ്റെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കും. അതെല്ലാം യഥാകാലം നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാലും വീണ്ടും അതിനായിട്ട് തന്നെ യാചിച്ചുകൊണ്ടേയിരിക്കുന്നു. നാരായണ. എല്ലാം നൽകാൻ കഴിയുന്ന ആ ഈശ്വരൻ്റെ പാദങ്ങളെ ആശ്രയിക്കുന്നു. ഇനി രമ്യക വർഷത്തിൽ മത്സ്യമൂർത്തിയായ ഭഗവാനെ വൈവസ്വതമനു സ്തുതിക്കുന്നു. രമ്യകേ ച ഭഗവത പ്രിയതമം മത്സ്യമവതാരൂപം തദ്വർഷപുരുഷസ്യ മനോഹ പ്രാക് പ്രദർശിതം സയിതാനീമഭിമഖത ഭക്തിയോഗേനാരാധയതീതം ച ഉദാഹരതി. രമ്യക വർഷത്തിൽ ഭഗവാൻ ഏറ്റവും പ്രിയമുള്ള മത്സ്യാവതാര സ്വരൂപം ആ വർഷത്തിൻ്റെ അധിപനായ മനുവിന്, അതായത് സത്യവ്രത രാജാവിൻ്റെ കരത്തിലാണ് മത്സ്യാവതാരം. ഈ രാജാവ് പിന്നീട് വൈവസ്വത മനുവായി മന്വന്തര അധിപനായിട്ട് തീർന്നു. അത് മുമ്പേ പ്രദർശിപ്പിച്ചതാണ്. അദ്ദേഹം ഇപ്പോഴും മഹത്തായ ഭക്തിയോഗത്താൽ മത്സ്യമൂർത്തിയായ അങ്ങയെ ആരാധിക്കുകയും മന്ത്രത്തെ ഉച്ചരിക്കുകയും ചെയ്യുന്നു. യം ലോകപാലാഖില വത്സരജ്വരാഹിത്വാ യതന്തോപി പൃഥക് സമേത്യ ച പാതും ന ശേകുർദിപതശ്ചതുഷ്പദ സരീസൃപം സ്ഥാണു യതത്ര ദൃശ്യത്തെ. മത്സര്യാദികളോടുകൂടിയ ദിക്പാലന്മാര് ഒറ്റയ്ക്കും കൂട്ടായിട്ടും മത്സരിച്ചും ഈ ഭൂമിയിൽ മനുഷ്യരെയോ നാൽക്കാലികളെയോ ഇഴജന്തുക്കളെയോ ഒന്നിനെയും രക്ഷിക്കാൻ കഴിയുന്നില്ല. എത്ര മത്സരിച്ചിട്ടും, ഒറ്റയ്ക്കും കൂട്ടായിട്ടും മത്സരിച്ചിട്ടും ആരെയും രക്ഷിക്കാൻ കഴിയുന്നില്ല. ഈ ജഗത്തിൻ്റെ മുഴുവൻ പ്രാണനായ അങ്ങേക്ക് നമസ്കാരം.
മത്സരബുദ്ധി വെടിഞ്ഞ് അവിടുത്തെ പാദങ്ങളെ ആശ്രയിക്കാൻ സാധിക്കണേ. പിന്നെ ഹിരണ്മയ വർഷത്തിൽ അര്യമാവ് കൂർമ്മമൂർത്തിയായ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കണു. യസ്മിൻ അസംഖ്യേയ വിശേഷ നാമരൂപാകൃതോ കവിഭിഃ കൽപ്പിതേയം സംഖ്യായയാ തത്വദൃശാപനീയതേ തസ്മൈ നമ സാഖ്യനിദർശനായതേ ഇതി. അനേക രൂപത്തിൽ കാണുന്നതും മായാനിർമ്മിതവുമായി ജഗത്ത് അവിടുത്തെ സ്വരൂപം. അവിടത്തേക്ക് ഇവയൊന്നുമായി ബന്ധമില്ലാത്തവനും ഇവയ്ക്കെല്ലാം അതീതനും അസംഖ്യനാമവും അവാച്യനുമായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം. പിന്നെ കുരുവർഷത്തിൽ വരാഹമൂർത്തിയായ ഭഗവാനെ ഭൂമിദേവി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെ വെള്ളത്തിൻ്റെ രസാതലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് രക്ഷിച്ചതാണ്. ഉത്തരേഷു ച ഗുരുഷു ഭഗവാൻ യജ്ഞപുരുഷകൃത വരാഹരൂപാസ്തേ തം തു ദേവീ ഹൈഷാ ഭൂ സഹ കുരുഭിരസ്ഖലിത ഭക്തിയോഗേനോപധാവതി ഇമാം ച പരമാം ഉപനിഷതമാവർത്തയതി. ഉത്തര ഗുരുവർഷത്തിലെ വരാഹരൂപത്തെ സ്വീകരിച്ച യജ്ഞവരാഹരൂപിയായിട്ടുള്ള ഭഗവാൻ വസിക്കണു. ഈ ഭൂമിദേവിയെ കുരുവർഷ നിവാസികളായവർ തടസ്സമില്ലാത്ത ഭക്തിയോഗത്തോടുകൂടി ഉപാസിക്കുന്നു. സർവോത്കൃഷ്ടമായ ഈ ഉപനിഷത്തിനെ ആവർത്തിക്കുകയും ചെയ്യണു. കാന്തത്താൽ ലോഹകഷണം ചലിക്കുന്നതുപോലെ മായ ചലനാത്മകമായ വിശ്വത്തെ സൃഷ്ടിക്കണു. ഗുണകർമ്മങ്ങൾക്ക് സാക്ഷിയായ നിനക്ക് നമസ്കാരം. കാന്തം ആകർഷിക്കുന്നത് കാന്തത്തിൻ്റെ ഇച്ഛയല്ല, അതിൻ്റെ സ്വഭാവമാണ്. വരാഹരൂപിയായി എന്നെ ജലത്തിൽ നിന്നും ഉദ്ധരിച്ച അവിടത്തേക്ക് കോടിക്കോടി നമസ്കാരം. പിന്നെ കിംപുരുഷ വർഷത്തിൽ ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നു. മർത്യാവതാരസ്ഥികമർത്യശിക്ഷണം രക്ഷോവധായൈവ ന കേവലം വിഭോ കുതോന്യഥാ സ്യാതിരപദസ്വ ആത്മന സീതാകൃതാനി വ്യസനാനി ഈശ്വരസ്യ. ഹേ വിഭോ, അവിടത്തെ മനുഷ്യാവതാരം രാക്ഷസവധത്തിനായിട്ട് മാത്രമല്ല, പിന്നെ മനുഷ്യരെ പഠിപ്പിക്കുന്നതിനു കൂടിയാകുന്നു. ധർമ്മത്തിൻ്റെ മൂർത്തിയായ അവിടുന്ന് ഈ ലോകരെ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു വിധത്തിലായിരുന്നുവെങ്കിൽ സ്വരൂപത്തിൽ ലഭിക്കുന്ന സർവാത്മാവായ ഈശ്വരന് സീതയെക്കുറിച്ചുള്ള ദുഃഖങ്ങൾ എങ്ങനെയുണ്ടാകും? ഈ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ധർമ്മബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവതാരമെടുത്തത്. അവിടുന്ന് ആസക്തനെ പോലെ അഭിനയിക്കണു. അഭിനയം മാത്രമാണ്, അല്ലാതെ ഒന്നും അവിടത്തേക്ക് സ്പർശിക്കുന്നില്ല. സീതാവിരഹത്തിൽ ദുഃഖിക്കുന്നത് പ്രേമമഹത്വം ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ന ജന്മനൂനം മഹതോ ന സൗഭഗം ന വാഗ്ന ബുദ്ധിം നാകൃതിസ്ഥോഷഹേതു തൈര്യദ്വിസൃഷ്ടാനപി നോവനൗകസാം ചകാര സഖ്യേ ബത
ലക്ഷ്മണാഗ്രജാം. അതുകൊണ്ട് ആരായാലും വാനരനോ നരനോ ദേവനോ മനുഷ്യനോ സുഹൃതജ്ഞനും ഉത്തമനും മനുഷ്യാവതാരം കൈക്കൊണ്ടവനും അയോധ്യാവാസികളെ മുഴുവനും വൈകുണ്ഠത്തിലെത്തിച്ചവനുമായ ആ ശ്രീരാമചന്ദ്രന് നമസ്കാരം. ദാ ഭജിക്കണു. ഭാരതവർഷത്തിൽ നാരദ മഹർഷി നരനാരായണ മഹർഷിമാരെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഇദം ഹി യോഗേശ്വര യോഗനൈപുണം ഹിരണ്യഗർഭോ ഭഗവാൻ ജഗാദയൽ യദന്തകാലേ ത്വയി നിർഗുണേ മനോ ഭക്ത്യാ ദധീതോച്ഛിത ദുഷ്കളേബരാം. അന്ത്യകാലത്ത് ജഡമായ ഈ ദേഹത്തിലുള്ള അഭിമാനം വിട്ട് നിർഗുണനായ നിന്നിൽ ഭക്തിയോടെ മനസ്സ് നിർത്തുന്നതാണ് യോഗ നൈപുണം. അങ്ങനെ മനസ്സ് നിർത്തണം. പുത്രകളത്രാദികളിലുള്ള ചിന്ത ഇവ കൊണ്ട് ജഡമായ ഈ ശരീരത്തെ വെടിയാൻ നമുക്ക് മടിയുണ്ടാകും. അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രവർത്തനങ്ങളും വ്യർത്ഥമാണ്. അധോക്ഷജനായ ഭഗവാനെ വിധേഹി യോഗം ത്വയിന സ്വഭാവജം. വിധേഹി യോഗം ത്വയിന സ്വഭാവമിതി. അധോക്ഷജനായ ഭഗവാനെ അവിടുത്തെ മായാശക്തി മൂലം ഈ കുൽസിതമായ ശരീരത്തിന് മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള അഹന്ത മമതകളെ ഇല്ലാതാക്കാനുള്ള സഹജമായ യോഗത്തെ തന്നാലെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ജംബൂദ്വീപിൻ്റെ 9 ഭാഗങ്ങളിലും അതാത് ഭക്തന്മാർ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതഭൂമിയുടെ പ്രത്യേക മാഹാത്മ്യം എടുത്തു പറഞ്ഞോടുവിൽ യദ്യത്ര ന സ്വർഗസുഖാവശേഷിതം സൃഷ്ടസ്യ സൂക്തസ്യ കൃതസ്യ ശോഭനം തേനാജനാഭേ സ്മൃതിമജ്ജന്മ ന സ്യാദ് വർഷേ ഹരിദ്യത് ഭജതാംശം തനോതി. അപ്പോൾ വിധിപ്രകാരം യജ്ഞങ്ങൾ നടത്തിയതിൻ്റെയും വേദം പഠിച്ചതിൻ്റെയും പുണ്യകർമ്മങ്ങൾ ചെയ്തതിൻ്റെയും ഫലമായി ഞങ്ങൾക്ക് ലഭിച്ച സ്വർഗസുഖം അനുഭവിച്ചതിന് ശേഷം അതിൽ ഇത്തിരിയെങ്കിലും പുണ്യം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് അജനാഭം അഥവാ ഭാരതം, ഈ ഭാരതഭൂമിയിൽ ജന്മം ലഭിക്കണം, ഹരിസ്മരണമുണ്ടാകണം. ഇവിടെ ആ ഭഗവാൻ ആനന്ദത്തെ നൽകണു. സ്വർഗലോകത്തിൽ ഭഗവത് കഥാശ്രവണ കീർത്തനാദികളൊന്നുമില്ല, അതിവിടെ മാത്രമാണുള്ളത്. പിന്നെയും പറയാണ്, അല്ലയോ രാജാവേ, ജംബൂദ്വീപസ്യജരാജന്നുപദ്വീപാൻ അഷ്ടൗ ഹൈക ഉപദിശന്തി സകരാൽപജൈഹി അശ്വാന്വേഷണ ഇമാം മഹിം പതിതോ നിഖനൽഭിരുപകൽപ്പിതാൻ. രാജാവേ, ജംബൂദ്വീപിന് 8 ഉപദ്വീപുകളുണ്ടെന്ന് പറയുന്നു. ഇവ യാഗത്തിന് നിശ്ചയിച്ച കുതിരയെ കാണാതെ പോയപ്പോൾ സകരപുത്രന്മാർ ഭൂമിയുടെ 4 ഭാഗത്തും കുഴിച്ചപ്പോഴുണ്ടായതാണ്. അത് സ്വർണപ്രസ്ഥം,
ചന്ദ്രശുക്ലം, ആവർത്തനം, രമണകം, മന്ദരഹരിണം, പാഞ്ചജന്യം, സിംഹളം, ലങ്ക എന്നിവയാണ് ഇതിൻ്റെ പേരുകൾ. ഏവം തവ ഭാരതോത്തമാം ജംബൂദ്വീപവർഷ വിഭാഗോ യഥോപദേശം ഉപവർണിത ഇതി. ഹേ ഭാരതോത്തമ, ജംബൂദ്വീപവർഷത്തിൻ്റെ വിഭാഗങ്ങളെക്കുറിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള ഉപദേശമനുസരിച്ച് അങ്ങയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് അവിടെ രാജാവിനോട് പറഞ്ഞ് പൂർത്തീകരിച്ചു. അങ്ങനെ ആ ഭാഗം അവിടെ പൂർത്തീകരിക്കണു. 19-ാമത് അധ്യായം വരെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഇനി 20 മുതലുള്ള ഭാഗങ്ങൾ അടുത്ത ഇതിൽ പറയാം. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രിയവ്രതൻ്റെ 7 പുത്രന്മാർക്ക് 7 ദ്വീപുകൾ വീതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അവരിൽ ആദ്യത്തെ ആളാണ് അഗ്നിധ്രൻ. അദ്ദേഹത്തിന് കിട്ടിയതാണ് ജംബൂദ്വീപ്. തുടർന്ന് അഗ്നിധ്രൻ തനിക്ക് കിട്ടിയ ജംബൂദ്വീപിനെ തൻ്റെ 9 പുത്രന്മാർക്ക് വിഭജിച്ചു കൊടുത്തു. അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ജംബൂദ്വീപിലെ ആ 9 ഭൂവിഭാഗത്തിലെ ഉപാസനയെ പറ്റിയാണ് ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞത്. ജംബൂദ്വീപിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം തുടർന്ന് 6 ദ്വീപുകളെയും അവിടുത്തെ ഉപാസനയെയും ആണ് ഈ അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അഗ്നിധ്രന് ശേഷം തുടർന്നുള്ള പുത്രന്മാരാണ് ഇത്മജിഹ്വൻ, യജ്ഞബാഹു, ഹിരണ്യരേതസ്, ഘൃതപൃഷ്ഠൻ, മേധാതിഥി, വിധിഹോത്രൻ. മറ്റ് 6 ദ്വീപുകളാണ് പ്ലക്ഷം, ശാൽബലം, കുശം, ക്രൗഞ്ചം, ശാഖം, പുഷ്കരം. ഇതിൽ ഇത്മജിഹ്വന് കൊടുത്ത വീതമാണ് പ്ലക്ഷദ്വീപ്. അവിടെ അദ്ദേഹം സൂര്യദേവനെ ഉപാസിച്ചു എന്ന് പറഞ്ഞു. അവിടുത്തെ ഉപാസനയാണ് പറഞ്ഞത്. പിന്നെ ശാൽമലി ദ്വീപ് വീതമായിട്ട് കിട്ടിയത് യജ്ഞബാഹുവാണ്. അവിടുത്തെ ഉപാസനാദേവൻ ചന്ദ്രനാണ്. കുശദ്വീപ് വീതമായിട്ട് കിട്ടിയത് ഹിരണ്യരേതസ്. അവിടെ അഗ്നിദേവനെ ആണ് ഉപാസിക്കുന്നത്. ക്രൗഞ്ചദ്വീപ് ഘൃതപൃഷ്ഠന് വീതമായിട്ട് കിട്ടി ജലമയനായ ഭഗവാനെയാണ് അവിടെ ഉപാസനാദേവനായിട്ട് കാണിക്കുന്നത്. ശാഖദ്വീപ് മേധാതിഥിക്കാണ് വീതമായിട്ട് കിട്ടിയത്. വായുഭഗവാനെയാണ് അവിടെ ഉപാസിക്കുന്നത്. പുഷ്കരദ്വീപ് വീതിഹോത്തറിന് കിട്ടിയ വീതമാണ്. അവിടെ ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ ഭജിക്കണു. അങ്ങനെ 7 പുത്രന്മാരും യഥാർത്ഥത്തിൽ ഈശ്വരോപാസന ചെയ്തവരായിരുന്നു. 7 ദ്വീപുകളിലും, അതായത് ഈ ഭൂഗോളം മുഴുവനും, ഭൂമി മുഴുവനും പ്രിയവ്രതൻ്റേതായിരുന്നു. അദ്ദേഹത്തിൻ്റെ 7 പുത്രന്മാർക്കായിട്ട് വീതിച്ചു കൊടുത്തതാണ്. ആ 7 ദ്വീപുകളാണ് 7 വൻകരകളെന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഏഷ്യാ വൻകര മുതൽ ഉള്ള 7 വൻകരകൾ തന്നെയായിട്ട് അറിയപ്പെടണമെന്നും പറഞ്ഞു. അതായത് ഈ ലോകം മുഴുവനും പ്രിയവ്രതൻ്റെ അധീനതയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്ക് വീതിച്ചു കൊടുത്തതാണ്. ഇനി തുടരുകയാണ്. ഭൂമിക്കും ആകാശത്തിനും വിസ്താരം ഒരുപോലെയാണ്. ഇതിന് രണ്ടിനും മധ്യത്തിലാണ് അന്തരീക്ഷം. ഇപ്പം ഭൂമി, അന്തരീക്ഷം, ദ്യുലോകം എന്നീ 3 ലോകങ്ങളിലും സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്.
അതായത് സൂര്യരശ്മി തട്ടുന്നുണ്ടെന്നർത്ഥം. എപ്പോൾ ഇവിടെ സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നുവോ അവിടെ അപ്പോൾ സൂര്യോദയം. എവിടെ എപ്പോൾ സൂര്യൻ തിരോഭവിക്കുന്നുവോ അവിടെ അപ്പോൾ സൂര്യാസ്തമനം. യഥാർത്ഥത്തിൽ സൂര്യൻ ഒരിടത്തും ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. എന്നാലും സൂര്യൻ്റെ ഗതിവിഗതികൾ എന്ന വ്യവഹാരം ഉണ്ട്. എല്ലാ സമയത്തും അങ്കുഷ്ടമാത്രന്മാരായ ബാലഖില്ലന്മാർ എന്ന മുനിമാർ വേദമന്ത്രം ജപിച്ചുകൊണ്ട് സൂര്യനെ സ്തുതിക്കുന്നു. സൂര്യഭഗവാന്റെ മുൻവശത്താണ് അവർ യാത്ര ചെയ്യണത്. ഇത് കൂടാതെ 6 പ്രധാന അംഗങ്ങളും കൂടിയുണ്ട്. അപ്സരസുകൾ നൃത്തം ചെയ്യുന്നുണ്ട് മുൻഭാഗത്ത്, ഗന്ധർവന്മാർ പാടുന്നുണ്ട്, പിന്നെ രാക്ഷസന്മാർ രഥത്തെ അതിവേഗത്തിൽ മുന്നോട്ട് തള്ളിവിടുന്നു, യക്ഷന്മാർ ആ രഥക്കോപ്പുകൾ മുറുകെ പിടിക്കണു, നാഗങ്ങൾ അതിനെ കെട്ടി വരിയണു, ഋഷിമാർ സദാ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ സൂര്യനെ മാസം തോറും ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. സൂര്യാത്മാവായ ഭഗവാന്റെ സഞ്ചാരത്തെക്കുറിച്ച് ദ്വാദശസ്കന്ധത്തിൽ 11-ാമത് അധ്യായത്തിൽ വിസ്തരിക്കുന്നുണ്ട്. 12 മാസങ്ങളിൽ 12 പേരുകളിൽ അറിയപ്പെടുന്ന സൂര്യൻ 6 പ്രധാന അംഗങ്ങളോടുകൂടിയാണ് സഞ്ചരിക്കുന്നത്. മാത്രമല്ല, ഒരു മാസം കഴിഞ്ഞാൽ എല്ലാ ട്രൂപ്പും മാറും. ഈ 6 അംഗങ്ങളും വേറെ ആകും. ഈ മാസത്തിലെ ഗന്ധർവനും അപ്സരസുകളും നാഗങ്ങളും യക്ഷന്മാരും രാക്ഷസന്മാരും ഋഷിമാരും ഒക്കെ ഇനി അടുത്ത വർഷം ഈ മാസത്തിലേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അതായത് 12 മാസങ്ങളിൽ ഭഗവാൻ 12 പേരിലാണ് അറിയപ്പെടുന്നത് എന്നതുപോലെ തന്നെ ട്രൂപ്പുകളും ഇവരൊക്കെ 12 തന്നെ ഉണ്ടെന്നർത്ഥം. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ആയിരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ഈ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനായിട്ടിരിക്കുന്നു. സൂര്യനും അതിനെ ചുറ്റുന്ന ഗോളങ്ങളും ചേർന്നതാണ് സൗരയൂഥം, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂര്യൻ മഹാവിഷ്ണു തന്നെ എന്ന് പറഞ്ഞു. അതിനെപ്പോലെ തന്നെയാണ് 16 കലകളോടുകൂടിയ ചന്ദ്രരൂപിയായ ഭഗവാൻ പശുപക്ഷ്യാദി തിര്യക്കുകളുടെ എല്ലാം അതേപോലെ ദേവമനുഷ്യാദികളെയും ഒരേപോലെ സന്തോഷിപ്പിക്കണം. എല്ലാവരെയും ഒരേപോലെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് ചന്ദ്രനെ സർവമയനെന്ന് വിശേഷിപ്പിക്കണം. അങ്ങനെ ആ സൂര്യമണ്ഡലത്തിനും ചന്ദ്രമണ്ഡലത്തിനും മുകളിലായിട്ടാണ് സപ്തർഷിമാരുടെ മണ്ഡലം. സപ്തർഷിമാരുടെ മണ്ഡലത്തിനും ഉപരിയായിട്ട് ധ്രുവപദത്തെ ലോകമംഗളത്തിനു വേണ്ടി സദാ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നു. സപ്തർഷിമാരുടെ മണ്ഡലത്തിന് മുകളിൽ 13 ലക്ഷം യോജന മുകളിലാണ് മഹാവിഷ്ണുവിൻ്റെ പരമപദം. അവിടെ എല്ലാവരാലും മാനിക്കപ്പെട്ടുകൊണ്ടാണ് ധ്രുവൻ വർത്തിക്കുന്നത്. ധ്രുവപദത്തെ ആശ്രയിച്ചാണ് ജ്യോതിശ്ചക്രം വർത്തിക്കുന്നത്. ഈ ജ്യോതിശ്ചക്രം സദാ കാലത്താൽ കറക്കപ്പെടുന്നു. എന്നാൽ അത് ശിഥിലമാവുന്നില്ല. കാരണം അത് വർത്തിക്കുന്നത് ധ്രുവസ്ഥാനത്തെ ആശ്രയിച്ചാണ്. ധ്രുവസ്ഥാനത്തിനൊരിക്കലും ചലനമില്ല, തേയ്മാനം ഇല്ല. ഗോളങ്ങൾ പരസ്പരം ആകർഷിക്കുന്നുണ്ടെങ്കിലും അതുപോലെ ആകർഷണ വികർഷണങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ ധ്രുവപദമാണ്. എല്ലാറ്റിനും അവലംബം ധ്രുവസ്ഥാനമാണെന്നർത്ഥം. ഈ ജ്യോതിശ്ചക്രം ഭഗവാന്റെ ശിംശുമാര സ്വരൂപമാണ്. ഭഗവാന്റെ സർവദേവതാമയ രൂപം കൂടിയാണിത്.
ആരാണോ ഈ ജ്യോതിഷ് ചക്രത്തെ എന്നും സന്ധ്യാസമയത്ത് ഭഗവാന്റെ ശിംശുമാര സ്വരൂപമായി ധ്യാനിച്ച് ഉപാസിക്കുന്നത്, അവൻ സർവ പാപങ്ങളിൽ നിന്നും മുക്തനാകും. ഗ്രഹർക്ഷതാരാമയമാധിദൈവികം പാപാപഹം മന്ത്രകൃതാം ത്രികാലം നമസ്യത സ്മരതോ വാ ത്രികാലം നശ്യേത തൽകാലജമാശു പാപം. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, താരകൾ എന്നിവയുടെ സ്വരൂപമായും മന്ത്രം ജപിക്കുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്നതുമായ ആദിദൈവികനായ മഹാവിഷ്ണുവിൻ്റെ ഈ ശിംശുമാര സ്വരൂപത്തെ 3 സന്ധികളിലും നമസ്കരിക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്നവൻ്റെ പാപങ്ങളെല്ലാം ഉടനെ നീങ്ങും. പിന്നെ സൂര്യൻ്റെ താഴത്തായിട്ട് 10,000 യോജന അകലെ രാഹു നക്ഷത്രം പോലെ സഞ്ചരിക്കുന്നുവെന്ന് ചിലർ പറയുന്നു. സിംഹികയുടെ പുത്രനായ ഇവൻ സ്വയം അസുരാധമനാണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അമരനെന്നും ഗ്രഹമെന്നുമുള്ള പദവി ലഭിച്ചു. ഗ്രഹമെന്ന നിലയിൽ ഉയർത്തപ്പെടുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ അമരനായിട്ട് തീർന്ന രാഹുവിനെ ഗ്രഹമെന്ന നിലയിൽ ഉയർത്തി സൂര്യന് കീഴിൽ രാഹുവിൻ്റെ സ്ഥാനം. രാഹുവിനു താഴെ സിദ്ധവിദ്യാധരാദികളുടെ സ്ഥാനം, അതിനും താഴെ യക്ഷരക്ഷ പിശാചപ്രഭൃതികളുടെ സ്ഥാനം, അതിനും താഴെയാണ് പക്ഷികൾ പറക്കുന്ന സ്ഥാനം. പിന്നെ ഭൂമിയുടെ താഴെ 7 ലോകങ്ങൾ: അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്നിങ്ങനെ ഐശ്വര്യസമൃദ്ധമാണ് ഈ 7 ലോകങ്ങളും. ഭഗവാന്റെ കാലചക്രത്തെ മാത്രമേ ഇവിടെ വസിക്കുന്നവർക്ക് പേടിയുള്ളൂ. എന്നാൽ സുതലത്തിൽ വസിക്കുന്ന മഹാബലിക്ക് ആ ഭയം പോലും ഇല്ല. കാരണം സുതലഗോപുരത്തിൽ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത് വാമനമൂർത്തി തന്നെയാണ്. ഈ 7 ലോകങ്ങളെ, ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങളെ നേരത്തെ പറഞ്ഞതാണ്, ബിലസ്വർഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. പുണ്യശാലികൾ ഭൗമസ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിച്ച ശേഷം ശേഷിച്ച പുണ്യവുമായിട്ട് ഈ ലോകത്ത് എത്താറുണ്ടെന്നർത്ഥം. ആദ്യം ദിവ്യസ്വർഗത്തിൽ സുഖങ്ങൾ അനുഭവിച്ച് ശേഷിച്ചതുമായിട്ട് ഭൗമസ്വർഗത്തിലെത്തും. ഭൗമസ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിച്ച് ശേഷിച്ച പുണ്യവുമായിട്ടാണ് ഈ ബിലസ്വർഗത്ത്, ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളിൽ എത്താറുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിക്ക് താഴെ 7 ലോകങ്ങളും ഭൂമി തൊട്ട് മുകളിലേക്ക് 7 ലോകങ്ങളും: ഭൂലോകം, ഭൂവർലോകം, സ്വർഗലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, ഇങ്ങനെ ഭൂമി തൊട്ട് മുകളിലേക്ക് 7 ലോകങ്ങളും. ഭൂമിക്ക് താഴേക്ക് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്നിങ്ങനെ 7 ലോകങ്ങളും. ഇങ്ങനെ ഈ 14 ലോകങ്ങളിൽ ഏറ്റവും താഴെ പാതാളവും ഏറ്റവും മുകളിൽ സത്യലോകവും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ പാതാളത്തിന് താഴെ വല്ലതും ഉണ്ടോ ഒരു സംശയം ഉണ്ട്. പാതാളത്തിൻ്റെ അടിവശമാണ് പാതാളമൂലം.
പാതാളത്തിൻ്റെ അടിവശം പാതാളമൂലം അവിടെ വസിക്കുന്ന ആദിശേഷന് 1000 ശിരസ്സുകളുണ്ട്. തസ്യ മൂലദേശേ 30 യോജനസഹസ്രാന്തരാസ്ഥേയാ വൈ കലാ ഭഗവതസ്താമസി സമാഖ്യാതാനന്ദ ഇതി സാത്വതീയ ദഷ്ടുദിശയോ സംഘർഷണം അഹമിത്യഭിമാനലക്ഷണം യം സംഘർഷണം ഇത്യാചക്ഷതേ. പാതാളത്തിൻ്റെ മൂലദേശത്തിൽ 30,000 യോജന ദൂരെ ഭഗവാന്റെ തമോ ഗുണാംശമൂർത്തിയായ അനന്തൻ വസിക്കണു. ദ്രഷ്ടാവായ ആത്മാവിനെയും ദൃശ്യമായ ശരീരത്തെയും ഞാൻ എന്നഭിമാനിക്കുന്ന അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാനമായതുകൊണ്ട് സാത്വതന്മാരായ ഭക്തന്മാർ സംഘർഷണൻ എന്ന് പറയുന്നു. യസ്യേദം ക്ഷിതിമണ്ഡലം ഭഗവതോനന്ദമൂർത്തേഃ സഹസ്രശിരസ ഏകസ്മിന്നേവ ശീർഷണി ധ്രിയമാണം സിദ്ധാർത്ഥ ഇവ ലക്ഷ്യത്തെ. അനന്തമൂർത്തിയായ ഭഗവാന്റെ 1000 ശിരസ്സുകളുള്ളതിൽ ഒരു ശിരസിൽ ഈ ഭൂമണ്ഡലം ഒരു കടുകിൻമണി എന്ന പോലെ കാണപ്പെടുന്നു. കാലത്തെ കൊണ്ട് ഈ ലോകത്തെ ഉപസംഹരിക്കാൻ ഇച്ഛിക്കുന്ന അനന്തമൂർത്തിയുടെ കോപാവേശത്തിൽ നിന്നും മനോഹരമായി ചലിക്കുന്ന പുരികങ്ങളുടെ മധ്യത്തിൽ കൂടി 11 പേരടങ്ങിയ സാങ്കർഷണൻ എന്ന 3 നേത്രങ്ങളുള്ള രുദ്രൻ 3 ശിഖരങ്ങളുടെ ശൂലത്തെ ചലിപ്പിച്ചുകൊണ്ട് പുറപ്പെട്ടു. അതായത് കൽപ്പാന്തകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന കാലാഗ്നിരുദ്രൻ്റെ ഉൽപ്പത്തി സ്ഥാനമാണ് ശേഷൻ്റെ നെറ്റിത്തടം. ആ ആദിശേഷൻ്റെ ഭഗവൽ കഥാകീർത്തനം കേൾക്കാൻ എത്രയോ നാഗരാജകുമാരികൾ അവിടെയുണ്ട്. ഈ അനന്തമൂർത്തിയുടെ നാമം ഒന്നുച്ചരിച്ചാൽ സർവ പാപങ്ങളും നശിക്കും. നാരദ മഹർഷി പറയാണ്, യന്നാമ ശ്രുതമനുകീർത്തയേത് അകസ്മാദാർത്തോ വാ യതി പതിത പ്രലംഭനാദ് വാ ഹന്ത്യം ഹസ്സപതി നൃണാമശേഷമന്യം കം ശേഷാത് ഭഗവത ആശ്രയേൻ മുമുക്ഷു. ഇപ്രകാരം കേൾക്കപ്പെട്ട യാതൊരുവൻ്റെ നാമത്തെ ദുഃഖിതനാകട്ടെ പതിതനാകട്ടെ പരിഹാസമായിട്ടോ ഒരു കാരണവും കൂടാതെയോ അനുകീർത്തിക്കുന്നുവെങ്കിൽ അവൻ്റെ സകല പാപത്തെയും വേഗത്തിൽ ഹനിക്കുന്നു. മുക്തി ആഗ്രഹിക്കുന്നവർ ഈ ഭഗവാനെ തന്നെ ഭജിക്കണം. അവിടത്തെ അല്ലാതെ മറ്റാരെയാണ് ഭജിക്കേണ്ടത്? മൂർധന്യർപ്പിതമണുവൽ സഹസ്രമൂർധ്നോ ഭൂഗോളം സഗിരിസരിൽ സമുദ്രസത്വം ആനന്ദ്യാദനമിത വിക്രമസ്യ ഭൂംന കോവീര്യാണ്യധിഗണയേത് സഹസ്രജിഹ്വ. 1000 ശിരസ്സുള്ള ഈ ഭഗവാന്റെ ഒരു ശിരസിൽ പർവ്വതങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, പ്രാണിവർഗങ്ങൾ എന്നിവയോടുകൂടിയ ഭൂമണ്ഡലം അണുവെന്ന പോലെ വച്ചിരിക്കുകയാണ്. അളക്കാൻ കഴിയാത്ത വിക്രമത്തോടുകൂടിയ ആ സർവവ്യാപകനായ ഭഗവാന്റെ പരാക്രമങ്ങൾ അനന്തങ്ങളായതിനാൽ ആർക്ക് വിസ്തരിക്കാൻ സാധിക്കും?
യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കുകൾ കൊണ്ട് വിസ്തരിക്കാൻ സാധിക്കില്ല അവിടുത്തെ അനന്തഗുണങ്ങളെ. മനസ്സുകൊണ്ട് സങ്കല്പിച്ചെത്തിക്കാനും സാധിക്കില്ല. അത്രമാത്രം അപരിമിത പരാക്രമിയാണ് അവിടുന്ന് എന്ന് കാണിച്ചു കൊടുത്തു. ഏവം പ്രഭാവോ ഭഗവാനനന്ദോ ദുരന്തവീര്യോരു ഗുണാനുഭാവ മൂലേ രസായ സ്ഥിത ആത്മതന്ത്രോ യോ ലീലയാക്ഷ്മാം സ്ഥിതയേ ബിഭർത്തി. ഇപ്രകാരം അമിത പ്രഭാവത്തോടു കൂടിയവനും ഒരിക്കലും അവസാനിക്കാത്ത വീര്യത്തോടു കൂടിയവനും മഹത്തായ ഗുണങ്ങളോടും അനുഭാവത്തോടും കൂടിയവനുമായ ഭഗവാൻ ആദിശേഷൻ സ്വതന്ത്രനായിട്ട് ഭൂമിയുടെ മൂലത്തിൽ ഏറ്റവും താഴെ വസിക്കുന്നു. പാതാളത്തിനും താഴെയായിട്ട് വസിക്കുന്നു. ചരാചരങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി ഈ ഭൂമിയെ അനായാസേന സ്വന്തം ശിരസിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൽ കാമങ്ങളെ ആഗ്രഹിക്കുന്ന മനുഷ്യരാൽ പ്രാപിക്കപ്പെടുവാൻ യോഗ്യമായ സ്ഥാനവിശേഷങ്ങൾ ഇത്രമാത്രമൊക്കെയാണ്. എനിക്ക് കിട്ടിയതനുസരിച്ച് ഞാനും പറഞ്ഞു. ഏതാവതീർഹി രാജൻ പുംസ പ്രവൃത്തിലക്ഷണസ്യ ധർമ്മസ്യ വിപാകഗതയ ഉച്ചാവചാ വിസദൃശാ യഥാ പ്രശ്നം വ്യാജഖ്യേ കിമന്യത് കഥയാമയിതി. ഹേ രാജൻ, പ്രവൃത്തിലക്ഷണമായ ധർമ്മത്തിൻ്റെ ഉത്കൃഷ്ടവും നികൃഷ്ടവും സദൃശ്യതകളില്ലാത്തതുമായ കർമ്മഫലങ്ങൾ ഇത്രയേ ഉള്ളൂ. അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരമായി ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചു. അല്ലയോ മഹർഷേ, ഇമാതിരി വൈചിത്ര്യം എങ്ങനെ ഉണ്ടായി? മാത്രമല്ല, നരകാനാമ ഭഗവൻ കിം ദേശവിശേഷ അഥവാ ബഹിസ്ത്രിലോക്യ ആഹോസിത അന്തരാള ഇതി. ഹേ ഭഗവൻ, നരകങ്ങളെന്ന് പേര് കേട്ടിട്ടുള്ളവ ദേശവിശേഷങ്ങളാണോ, അതെയോ 3 ലോകങ്ങളുടെ പുറത്തുള്ളവയാണോ, അല്ലെങ്കിൽ അതിനുള്ളിലുള്ളതാണോ? ഉണ്ടോ ഇല്ലയോ, ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ നിന്ന് നരകലോകത്തെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ 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 നാരായണ. പാതാളത്തിൻ്റെ അടിത്തട്ടിൽ സാക്ഷാൽ സംഘർഷണമൂർത്തി എഴുന്നള്ളിയിരിക്കണു. 1000 ഭണങ്ങളുള്ള സംഘർഷണ ശിരസിൽ ഈ ബ്രഹ്മാണ്ടം ഒരു കടുകുമണി പോലെ വച്ചുകൊണ്ടിരിക്കുകയാണ്. 1000 തലയുള്ള സർപ്പരൂപമാണെങ്കിലും
ആ സംഘർഷണന് കാമദേവനേക്കാൾ സൗന്ദര്യമാണ്. ആ സംഘർഷണമൂർത്തിയുടെ തിരുനാമം അറിഞ്ഞോ അറിയാതെയോ ഒരാൾ ജപിച്ചു പോയാൽ ആ ആളുടെ പാപം സർവപാപങ്ങളും തീർന്ന് പരിശുദ്ധനായിട്ട് തീരുന്നു. അത്രയും മഹിമയുള്ള ആദിശേഷൻ്റെ മാഹാത്മ്യങ്ങളെ ശ്രീനാരദ മഹർഷി ബ്രഹ്മലോകത്തിൽ വച്ച് പാടിക്കൊണ്ടിരിക്കുന്നു. പാതാളം മുതൽ ബ്രഹ്മലോകം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഒരു ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളിലും ആ സംഘർഷണമൂർത്തിയുടെ മഹിമ എല്ലാവരും ആ നാരദ മഹർഷി പാടിക്കൊണ്ടിരിക്കണമെന്ന് ഇവിടെ പറഞ്ഞു. ഭൂമിക്ക് താഴെ 7 ലോകങ്ങൾ, ഭൂമി തൊട്ട് മുകളിലേക്ക് 7 ലോകങ്ങൾ, അങ്ങനെ ഈ 14 ലോകങ്ങളെയും വർണ്ണിച്ച് കേൾപ്പിച്ചു. ഇതിലേറ്റവും താഴെ പാതാളവും ഏറ്റവും മുകളിൽ സത്യലോകവും എന്ന് പറഞ്ഞ് 14 ലോകങ്ങളെ പേരെടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അതിന് താഴെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് സംഘർഷണമൂർത്തിയുടെ സ്ഥാനമൊക്കെ പറഞ്ഞു കൊടുത്തത്. അവിടെയാണ് സംഘർഷണമൂർത്തി ഈ ഭൂമിയെ നിസ്സാരമായിട്ട് വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. മൂർധന്യർപ്പിതമണുവൽ സഹസ്രമൂർധ്നോ ഭൂഗോളം സഗിരിസരിൽ സമുദ്രസത്വം ആനന്ദാദ്യനമിത വിക്രമസ്യ ഭൂംന കോവീര്യാണ്യധിഗണയേൽ സഹസ്രജിഹ്വ. ആർക്ക് സാധിക്കുന്നതാണ് ആ സംഘർഷണമൂർത്തിയുടെ മഹിമയെ വർണ്ണിക്കാൻ? ഒരാൾക്കും സാധിക്കില്ല എന്നാണ്. ഈശ്വരൻ്റെ മഹിമയെ വർണ്ണിച്ച് പൂർത്തീകരിക്കാൻ ആർക്കും സാധിക്കില്ല. അവിടെ നിന്ന് ആ സംഘർഷണമൂർത്തിയും സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. എല്ലാം അവിടെ നിന്നാണ്. അനേകരൂപോ ഏകരൂപോപ്യരൂപ, അനവധി രൂപത്തിൽ കാണപ്പെടുന്ന അവിടെ നിന്ന് യഥാർത്ഥത്തിൽ ഒന്ന് മാത്രമാണ്. ആ ഒന്നാണെന്ന് പറഞ്ഞത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ ഒന്ന് ആണെന്ന് ഒരു രൂപമെന്ന് പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ രൂപമൊന്നുമില്ല, അരൂപനാണ് അവിടുന്ന്, അദൃശ്യനാണ് അവിടുന്ന്, ആ ചൈതന്യ സ്വരൂപനാണ് അവിടുന്ന് എന്ന് പറഞ്ഞു വച്ചു. അങ്ങനെ ലോകങ്ങളെ മുഴുവനും വർണ്ണിച്ച് കേൾപ്പിച്ചു. അപ്പോഴാണ് സംഘർഷണമൂർത്തിയുടെ സ്ഥാനം വരെ പറഞ്ഞിട്ടും, പാതാളത്തിനും താഴെ സംഘർഷണമൂർത്തിയുടെ സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുമ്പോഴും നരകലോകത്തെക്കുറിച്ചൊന്നും പറഞ്ഞതായിട്ട് പരീക്ഷത്തിന് തോന്നിയില്ല. ചോദിക്കുകയാണ്, അങ്ങ് സകല ലോകങ്ങളെയും വർണ്ണിച്ച് കേൾപ്പിച്ചില്ലേ? ശുകമഹർഷിയോട് ചോദിക്കുകയാണ്, ഈ നരകം എന്നൊരു ലോകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഇതെവിടെയാണ്? ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിലാണോ പുറത്താണോ? അതിൻ്റെ സ്വരൂപം എന്താണ്? അപ്പോഴാണ് ഈ ചോദ്യം കേട്ട മഹർഷി മറുപടി പറയാൻ തുടങ്ങി. നരകമുണ്ട് മഹാരാജാവേ. ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിൽ അനേകായിരം യോജന ദൂരത്തിൽ നരകം സ്ഥിതി ചെയ്യണു. പാപങ്ങൾ ചെയ്യുന്നവരെ യമദൂതന്മാർ യാതനാദേഹത്തിൽ ബന്ധിച്ച് നരകത്തിൽ എത്തിക്കണു. ധർമ്മരാജാവ് ഓരോരുത്തരുടെയും പാപത്തിനനുസരിച്ച് നരകത്തെ അനുഭവിപ്പിക്കണു. 28 തരം നരകങ്ങളെ ഇവിടെ പറഞ്ഞു. താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം, കുംഭീപാകം, കാലസൂത്രം, അസിപത്രപനം, സൂകരമുഖം, അന്ധകൂപം, കൃമിഭോജനം, സന്ദംശം, സപ്തസൂർമി, വജ്രകണ്ടകശാൽമലി, വൈതരണി, പൂയോദം, പ്രാണരോധം, വിശസനം, ലാലാഭക്ഷം, സാരമേയാദനം, അവീചി, അയപ്പാനം, ക്ഷാരഗർദമം, രക്ഷോഗണഭോജനം, ശൂലപ്രോദം, ദന്തശോകം, അവടനിരോധനം, പര്യാവർത്തനം, സൂചീമുഖം, ഇങ്ങനെ 21 28 തരം നരകങ്ങളെ ഇവിടെ പേരെടുത്ത് ഒന്ന് പറഞ്ഞു. പാപം ചെയ്യുന്നവർക്ക് നരകയാതന ഒഴിച്ചുകൂടാത്തതാണ്. ശരീരം ഉപേക്ഷിച്ച്
ഇവിടെ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ക്രമമുക്തി, സായുജ്യമുക്തിയൊക്കെ, സദ്യോമുക്തിയൊക്കെ. ഇവിടെ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ സ്ഥൂലദേഹം ഇവിടെ കിടക്കും. എന്നാൽ സൂക്ഷ്മദേഹം, യാതനാദേഹത്തെയാണ് ഈ യമദൂതന്മാർ കെട്ടിവരിഞ്ഞു കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്നും പോകുന്ന ആ യാതനാദേഹത്തിൽ, അല്ലെ യാതനാദേഹം കൊണ്ടുപോകണത് ഇവിടെ വച്ച് ചെയ്തു കൂട്ടിയിട്ടുള്ള സൽക്കർമ്മത്തിൻ്റെയും ദുഷ്കർമ്മത്തിൻ്റെയും ഫലമായ പുണ്യപാപങ്ങളാണ്. സുകൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തം അനുഗച്ഛതി. സൽക്കർമ്മത്തിൻ്റെ ഫലമായ പുണ്യവും ദുഷ്കർമ്മത്തിൻ്റെ ഫലമായ പാപവും വഹിച്ചു കൊണ്ടുപോകണം. ഇങ്ങനെ യമധർമ്മൻ്റെ ലോകത്ത് ഇവരെ കെട്ടിവരിച്ചുകൊണ്ട് പോവുകയാണ്. ദുഷ്ടന്മാരെ കൊണ്ടുപോകാൻ വരുമ്പോൾ വലിയ ചാട്ടവാറ് കൊണ്ടൊക്കെ അടിച്ച് യമപാശം കൊണ്ട് കെട്ടിവരിഞ്ഞാണ്, ഉപദ്രവിച്ചുകൊണ്ടാണ്, പീഡനങ്ങളൊക്കെ അനുഭവിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് തന്നെ. യമധർമ്മൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഭാണ്ഡം ഇതിനു മുൻപ് പല ജന്മങ്ങളിലായിട്ട് കർമ്മഫലത്തെ അവിടെ കൂട്ടിവെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ കൊണ്ടു ചെന്ന ആ കർമ്മഫലവും കൂടെ നിക്ഷേപിക്കും. അങ്ങനെ പല പല ജന്മങ്ങളിലായിട്ട് കൂട്ടിവച്ചിരിക്കുന്ന കർമ്മഫലത്തെയാണ് സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്, കൂട്ടിവച്ചിരിക്കുന്നത്. ഇതുകൂടി നിക്ഷേപിച്ചിട്ട് തിരിച്ച് യമധർമ്മൻ്റെ മുന്നിൽ വന്നാൽ എന്താണ് ഇപ്പോൾ കൊണ്ടിട്ടത് എന്ന് ചിത്രഗുപ്തൻ പുസ്തകമൊക്കെ പരിശോധിച്ച് വിളിച്ചു പറയും. അപ്പം ആ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ യാതനാദേഹം നരകയാതന അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഓരോരോ തെറ്റുകൾക്കും അനുസരിച്ചുള്ള നരകങ്ങളും അതിൻ്റെ പീഡനങ്ങളുമാണ് പിന്നെ പറഞ്ഞത്. തത്ര യസ്തു പരവിത്താപത്യകളത്രാണ്യപഹരതി സഹി കാലപാശബദ്ധോ യമപുരുഷൈഃ അതിഭയാനകൈ താമിശ്രേ നരകേ ബലാന്നിപാത്യതേ അനശനാനുദപാനദണ്ഡതാടനസംദർജനാദിഭിഃ യാതനാഭിർയാത്യമാനോ ജന്തുര്യത്ര കശ്മലമാസാദിത ഏകദൈവ മൂർച്ഛാമുപയാതി താമിശ്രപ്രായേ. എന്താ ഇപ്പോൾ പറയണത്? അന്യൻ്റെ ഭാര്യ, ധനം, സന്താനം ഇവയൊക്കെ ആരാണോ അപഹരിക്കണത് അവന് ഘോരമായ താമിശ്രം എന്ന നരകത്തിൽ യാതന അനുഭവിക്കേണ്ടി വരും. അന്യൻ്റെ ധനവും പത്നിയെയും പുത്രന്മാരെയൊക്കെ അപഹരിച്ച് സ്വന്തം സുഖത്തിനായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അന്ധതാമിശ്രം എന്ന നരകത്തിൽ യാതന അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി ആരാണോ യസ്തിഹവാ ഏതദഹമിതി മമേദമിതി ഭൂതദ്രോഹേണ കേവലം സ്വകുടുംബം ഏവ അനുദിനം പ്രപുഷ്ണാതി സതതിഹ വിഹായ സ്വയമേവ തദശുഭേന രൗരവേ നിപതതി. ആരാണോ ഈ ശരീരത്തെ ഞാനെന്നും എൻ്റേതെന്നൊക്കെ കണക്കാക്കിക്കൊണ്ട് ഭാര്യാപുത്രാദികളെ തൻ്റേതെന്നൊക്കെ അഭിമാനിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു ജീവജാലങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെ പുലർത്തുന്നവരാരാണോ അവർ മരണാനന്തരം രൗരവമെന്ന ആ മഹാനരകത്തിൽ ചെന്ന് വീണു അവിടെ യാതന അനുഭവിക്കേണ്ടി വരും. കൂടുതൽ പ്രാണിഹിംസ ചെയ്തിട്ട് സ്വന്തം ശരീരം പോഷിപ്പിക്കുന്നവർക്ക് മഹാരൗരവത്തിൽ എത്തിച്ചേരും. അവിടെ ക്രവ്യാതങ്ങൾ എന്ന് പേരുള്ള രുരുക്കൾ അവരെ ഹിംസിച്ച് മാംസം ഭക്ഷിക്കും. ഈ ലോകത്ത് ക്രൂരപ്രവൃത്തികൾ ചെയ്യാൻ മടിയില്ലാതെ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ പിടികൂടി
ജീവനോടെ വേവിച്ച് തിന്നുന്നവൻ മനുഷ്യരെ ഭക്ഷിക്കുന്നവരാൽ, നരഭോജികളാൽ കൂടി നിന്ദിക്കപ്പെട്ടവരായി പരലോകത്തിൽ കുംഭീപാകെ തപ്തതൈലേ നിപതതി ഉപരന്ധയതി. കുംഭീപാകെ തപ്തതൈലേ ഉപരന്ധയന്തി. കുംഭീപാകം എന്ന നരകത്തിൽ യമദൂതന്മാർ കൊണ്ടുചെന്ന് നല്ല തിളച്ച എണ്ണയിൽ ഇട്ട് അവനെ വറുക്കും. ദേഹമൊക്കെ വെന്ത് സഹിക്കവയ്യാതെ ഉറക്ക കരയും. രക്ഷിക്കണേ രക്ഷിക്കണേ, ഇനി മേലാൽ ഞാൻ ഒരു ജീവിയെ ഉപദ്രവിക്കില്ല, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ എന്ന് വിളിച്ച് കരഞ്ഞാലും ഒരു ദാക്ഷിണ്യവും അവിടെ യമദൂതന്മാർക്കില്ല. യമകിങ്കരന്മാർ എത്ര കാലമാണോ പീഡനം അനുഭവിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും കാലം പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, യമലോകത്ത് ഈ നരകത്തിൽ മരണം സംഭവിക്കില്ല. അനക്കം മുട്ടിയാലും കുറേ കഴിയുമ്പോൾ വീണ്ടും ജീവൻ വയ്ക്കുന്നതാണ്. ഇങ്ങനെ എന്തൊക്കെ പ്രവൃത്തികളാണോ ദുഷ്ടതകളാണോ ഇവിടെ വച്ച് ചെയ്തത്, മറ്റുള്ള ജീവജാലങ്ങൾ ഉപദ്രവിക്കണത്, അതേപോലെ തന്നെ തിരിച്ചും നമ്മൾക്ക് ഈ മരണാനന്തരം ആ ദുഃഖം, ആ പീഡനകൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ ലോകത്ത് മാതാപിതാക്കന്മാർ, ബ്രാഹ്മണർ, ബ്രഹ്മജ്ഞാനികൾ ഇവരെയൊക്കെ ദ്രോഹിക്കുകയാണെങ്കിൽ അവർ കാലസൂത്രം എന്ന നരകത്തിൽ ചെല്ലും. യസ്തിഹ പിതൃ വിപ്ര ബ്രഹ്മധൃക് സ കാലസൂത്ര സപ്ഞകേ നരകേ ഐതയോജന പരിമണ്ഡലേ താമ്രമയേ തപ്തഖലേ ഉപരിധസ്താത് അഗ്നിർക്കാഭ്യാം അതിതപ്യമാനേ അഭിനിവേശിതക്ഷുൽപിപാസാഭ്യാം ച ദഹ്യമാന അന്തർബഹിശരീരാസ്തേ ശേദേ ചേഷ്ടതേ അവതിഷ്ഠതി പരിധാവതി ജയാവതി പശുരോമാണി താവത് വർഷസഹസ്രാണി. കാലസൂത്രം എന്ന നരകത്തിൽ പതിക്കേണ്ടി വരണു. പിന്നെയോ അവരെവിടെ ഇടുന്നത്? 10,000 യോജന വിസ്താരമുള്ള ചെമ്പുകൊണ്ടുണ്ടാക്കിയ ചുട്ടു പഴിപ്പിച്ചതായ പാത്രത്തിന് മുകളിലിടുന്നു. മേലും കീഴും തീച്ചൂടുകൊണ്ടും സൂര്യൻ്റെ ചൂടുകൊണ്ടും ശരീരത്തിൻ്റെ അകവും പുറവും ദഹിപ്പിക്കപ്പെട്ടവനായിട്ട് ഇരിക്കുകയും കിടക്കുകയും ഉരുളുകയും നിൽക്കുകയും 4 ഭാഗത്തേക്ക് ഓടുകയും ചെയ്യണു. പശുവിന് എത്ര രോമങ്ങളുണ്ടോ അത്രയും സഹസ്രവർഷക്കാലം അവിടെ കഴിയേണ്ടി വരും. പശുരോമാണി താവത് വർഷസഹസ്രാണി. പശുവിൻ്റെ രോമത്തിന് എത്രയുണ്ടോ അത്രയും സഹസ്രവർഷക്കാലം അവിടെ ആ യാതന അനുഭവിക്കേണ്ടി വരും. പിന്നെയും പറയാണ്, ഏതൊരുവനാണോ ആപത്തില്ലാത്ത സുഖകരമായ കാലഘട്ടത്തിൽ വേദമാർഗത്തേക്ക് ഉപേക്ഷിച്ചിട്ട് പാഖണ്ഡമതത്തെ പ്രാപിക്കുന്നവർ, അവൻ യമദൂതന്മാരാൽ അസിപത്രവനത്തിൽ പ്രവേശിപ്പിക്കണു. കഠിനമായി അവിടെ വച്ച് പ്രഹരിക്കണു. വേദന കൊണ്ട് അങ്ങുമിങ്ങും ഓടും പൊളഞ്ഞിട്ട്. അവിടെ 2 ഭാഗത്തും മൂർച്ചയുള്ള ഇലകളോടുകൂടിയ വലിയ പനകൾ നിറഞ്ഞു നിൽക്കുന്ന കാട്ടിലൂടെ അസിപത്രങ്ങളിൽ ശരീരാവയവങ്ങൾ മുറിക്കപ്പെട്ട് കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ച് കരയും, മുഖാലസ്യപ്പെടും. സഞ്ചരിക്കാൻ പറ്റാത്ത അവൻ വീഴും പറ്റാതെ. അങ്ങനെ ഒട്ടും മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാതെ തളർന്നു വീഴണു. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്നവൻ ശപഥം ചെയ്യും. പക്ഷേ ഒരു കരുണയും അവിടെ ഉണ്ടാവില്ല എന്നർത്ഥം. ഇനി ആരാണ് സൂകരമുഖം എന്ന നരകത്തിൽ പതിക്കുന്നത്? ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജാവോ രാജാവിൻ്റെ പ്രതിനിധിയോ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ്റെ പ്രതിനിധിയോ ഭരണകർത്താവോ
ദണ്ഡാർഹനല്ലാത്ത ഒരാളെ ദണ്ഡിപ്പിക്കുകയാണ് എങ്കിൽ അതിപാപിയായ അവൻ പരലോകത്തിലെ സൂകരമുഖം എന്ന നരകത്തിൽ ചെന്ന് വീഴും. അവനെ കൂടുതൽ ആ സൂകരമുഖത്തിൽ അവൻ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ദോഷമില്ലാത്തവരെ ഭൂമിയിൽ വെച്ച് ഇവൻ എപ്രകാരം ഒക്കെ ഉപദ്രവിച്ചുവോ അതേപോലെ തന്നെ അവൻ അവിടെ അനുഭവം ഉണ്ടാകും എന്ന് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ സ്ത്രീപീഡനം ചെയ്യുന്നവർ, അവർക്കും നരകലോകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ, ഈ യാതനാദേഹം ചെന്ന് കഴിയുമ്പോൾ അവരെ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളുടെ രൂപം ലോഹം കൊണ്ട് നിർമ്മിച്ച് ചുട്ടുപഴിപ്പിച്ച് അവിടെ വച്ചിട്ടുണ്ട്. അതിൽ ആലിംഗനം ചെയ്യിപ്പിക്കും. ദേഹമൊക്കെ വെന്ത് സഹിക്കവയ്യാതെ, ചൂട് സഹിക്കവയ്യാതെ അവൻ ഉറക്കക്കരയും, ഇനി മേലിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി അവൻ ചെയ്യുകയേ ഇല്ല എന്ന്. ഇതേപോലെ തിരിച്ചുകൊണ്ടെന്നാണ് പുരുഷപീഡനം ചെയ്യുന്ന സ്ത്രീകൾക്കും അവിടെ അതേ അനുഭവം തന്നെ. സുന്ദരന്മാരായ പുരുഷന്മാരുടെ ലോഹനിർമ്മിതമായ ആ രൂപത്തെ ചുട്ടുപഴിപ്പിച്ചതിൽ ആലിംഗനം ചെയ്യിക്കും. ഏതൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള യാതന നിശ്ചയമായിട്ടും അവൻ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആ അനുഭവം കഴിഞ്ഞാൽ, അനുഭവകാലം, ആ പീഡനകാലം, നരകവാസകാലം പൂർത്തിയാക്കി കഴിഞ്ഞാൽ തിരിച്ച് യമധർമ്മൻ്റെ മുന്നിൽ വരണം. ഇനിയാണ് അടുത്തത് എവിടെയാണ് ജന്മം എന്ന് തീരുമാനിക്കുന്നത്. പല ജന്മങ്ങളിലായിട്ട് കൂട്ടിവച്ചിരിക്കുന്ന കർമ്മത്തെയാണ് സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞത്. ഇനി പറയാണ്, ശരീരം ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ്റെ അടുത്ത ജന്മം സ്വർഗലോകത്താണ് എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം അവിടെ പോയി അനുഭവിക്കാം. പുണ്യം തീർന്നാൽ വീണ്ടും ക്ഷയിച്ചാൽ വീണ്ടും താഴേക്ക് പോരേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. എന്നാൽ രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അവൻ ശരീരം ഉപേക്ഷിച്ചത് എങ്കിൽ ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ഭൂമിയിൽ ജനിക്കാനായിട്ട് വരുന്ന ഈ ജീവൻ്റെ അടുക്കൽ യമധർമ്മൻ എന്തു ചെയ്യും? ഈ കൂട്ടിവച്ചിരിക്കുന്ന സഞ്ചിത കർമ്മത്തിൽ നിന്നും കുറേ എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊടുക്കും. നീ ഏതായാലും ഭൂമിയിൽ പിറക്കാൻ പോവല്ലേ, കൊണ്ടുപോക്കോ, ഇത് മുഴുവൻ അവിടെ ചിലവാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ പറയും, വേണ്ട, ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചോളാം. ഇത് ഞാൻ നിനക്ക് വെറുതെ തരണമെന്നും അല്ല. ഇത് നീ തന്നെ നിൻ്റെ കർമ്മഫലമായിട്ട്, നീ തന്നെ നിൻ്റെ പ്രവൃത്തി കൊണ്ട് നിനക്ക് കിട്ടിയ ഫലമാണ്. നീ ഇവിടെ കൊണ്ടുവന്ന് വച്ചേക്കുന്നതാണ്, നിൻ്റെ കർമ്മഫലമാണിത്. അത് നീ തന്നെ അനുഭവിച്ചോ, ഞാൻ നിനക്ക് തരണമല്ല. അങ്ങനെ ഈ ഭൂമിയിൽ വന്ന് ജനിക്കാൻ പോകുന്നവൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നതാണ്, ആ കർമ്മഫലത്തെയാണ് പ്രാരബ്ധകർമ്മം എന്ന് പറയണത്. ഇതാണ് പൂർവജന്മാർജിതമാണ് പ്രാരബ്ധം. അതിൽ സൽക്കർമ്മങ്ങളുടെ ഫലമായ സുഖാനുഭവങ്ങളുണ്ടാകും, ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള ദുരിതാനുഭവങ്ങളും ഉണ്ടാകും. ഇത് രണ്ടും ഒരുമിച്ചാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ദുരിതമെന്ന് മാത്രം അർത്ഥമൊന്നുമില്ല. അതായത് പൂർവജന്മാർജിത കർമ്മഫലമാണ്. അങ്ങനെ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്ന അവൻ അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്ന കർമ്മഫലത്തെയാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. ഇത് ഈ ജന്മത്തിൽ അനുഭവിച്ചേ മതിയാകൂ. പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് ഈ ശരീരം തന്നെ. അതനുഭവിച്ച് തീർക്കണം. സുഖമായാലും ദുഃഖമായാലും അതനുഭവിച്ച് തന്നെ തീരണം. ഭോഗേന പുണ്യം കുശലേന പാപം കളേബരം കാലജവേന ഹിത്വാ. പുണ്യമാണെങ്കിലും
പാപമാണെങ്കിലും അനുഭവിച്ച് തീർക്കുക. അത് തീർത്തു കഴിഞ്ഞാൽ സമയമാകുമ്പോൾ ഈ ശരീരം നിലംപതിക്കും. പിന്നീട് അവനൊരു ജന്മം ഉണ്ടാവുകയേ ഇല്ല. അപ്പം പ്രാരബ്ധം അനുഭവിച്ച് പൂർത്തീകരിക്കാത്തിടത്തോളം കാലം അവൻ ജനിച്ചും മരിച്ചും ഈ ജനന മരണ ചക്രത്തിൽപ്പെട്ട് കഷ്ടപ്പെടേണ്ടതായിട്ട് തന്നെ വരും. അതുകൊണ്ട് പറയാണ്, ഹേ മനുഷ്യ, ഈ മനുഷ്യജന്മത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞ് പ്രവർത്തിക്കൂ. ഈശ്വര സാക്ഷാത്കാരം നേടൂ. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ജന്മമെന്ന് മനസ്സിലാക്കൂ. എപ്രകാരമാണോ മത്സ്യങ്ങൾക്ക് ജലത്തോടുള്ള താല്പര്യം, അതേപോലെ ഈ മനുഷ്യന് ഭഗവാനോട് താല്പര്യമുണ്ടാകട്ടെ. ഹരിർഹി സാക്ഷാൽ ഭഗവാൻ ശരീരിണാം ആത്മാ ഛഷാണാം ഇവ തോയമീപ്സിതം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ മത്സ്യങ്ങൾക്ക് എപ്രകാരമാണോ ജലത്തിനോട് പ്രിയം, അതേപോലെ മനുഷ്യന് ഭഗവാനോട് പ്രിയമുണ്ടാവണം, ആശ്രയിക്കണം. സർവാശ്രയനായിട്ടുള്ള അവിടത്തെ ആശ്രയിച്ച് ഈ പ്രാരബ്ധത്തെ അനുഭവിച്ച് തരണം ചെയ്യണം. പ്രാരബ്ധം ഒരാൾക്കും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചേ തീരൂ. ജാത്യാലുള്ളത് തൂത്താലും പറ്റിയൊന്നും പോവില്ല എന്നാണ് ഈ പറഞ്ഞത്. ഇത് ജനിച്ചപ്പോൾ കൊണ്ടുവന്നേക്കണതാ. അപ്പം ആ കൊണ്ടുവന്ന കർമ്മത്തെ പ്രാരബ്ധ കർമ്മം എന്ന് പറഞ്ഞു. അവിടെ പല ജന്മങ്ങളിലായിട്ട് കൂട്ടിവച്ചിരിക്കുന്നത് സഞ്ചിത കർമ്മം, കൊണ്ടുവന്നത് പ്രാരബ്ധം, അതായത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ജന്മം കിട്ടിയ അന്നു മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വർത്തമാനകാലത്തെ കർമ്മം. ഇങ്ങനെ 3 തരത്തിലാണ് കർമ്മങ്ങൾ. കൂട്ടിവച്ചിരിക്കുന്നത് സഞ്ചിതം, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാരബ്ധം, ഇപ്പോൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വർത്തമാനകാലത്തെ കർമ്മം. ഇതിൽ പ്രാരബ്ധം ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല. അതിനെ അനുഭവിച്ച് തരണം ചെയ്യുക. ധ്രുവനും അത് തന്നെയാണ് പറഞ്ഞത്. എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ കുബേരനോട് പറയാണ്, എനിക്ക് എന്ത് ചെയ്യണം? ഹരൗ സവവ്രേ അചലിതാം സ്മൃതിം യയാ തരത്യയത്നേന ദുരത്യയം തമാ. ഭഗവത്പാദാരവിന്ദങ്ങളിൽ ഒരിക്കലും ഇളകാത്തതായ ഭക്തി തരണം. ആ സ്മരണയുണ്ടാകണം. അചലിതാം സ്മൃതിയും, ഒരിക്കലും ഇളകാത്ത സ്മരണയുണ്ടാകണം. എന്തിനാണ്? തരത്യ അയത്നേന ദുരത്യയം തമ. വലിയ കഷ്ടപ്പാടൊന്നും കൂടാതെ കൃഷ്ണ രാമ ഗോവിന്ദ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഈ സംസാരക്കാടിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകണം. ഈ അജ്ഞാനാന്ധകാരത്തിൻ്റെ അപ്പുറത്തേക്ക്, സംസാരക്കാടിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകണം. രാമകൃഷ്ണ ഗോവിന്ദ എന്നൊക്കെ വിളിച്ചുകൊണ്ട്. അതിനായിട്ട് എനിക്ക് ഉത്തമ ഭക്തി തരണേ എന്ന് ധ്രുവൻ പ്രാർത്ഥിച്ചു. ആ ഭക്തി ഉണ്ടാകാനോ സത്സംഗം ഉണ്ടാവുക തന്നെ വേണം. അങ്ങനെ അനുഭവിച്ച് തരണം ചെയ്യണം. ഇതിൽ പ്രാരബ്ധത്തെ അനുഭവിച്ച് തരണം ചെയ്യണമെന്നാണ് പറയുന്നതെങ്കിൽ മറ്റു 2 കർമ്മങ്ങളെയും, ബാക്കിയിരിക്കുന്ന സഞ്ചിത കർമ്മത്തെയും ഈ ജന്മത്തിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തെയും ഭഗവത് ഭജനം കൊണ്ട് പൂർണ്ണമായും ഇല്ലാണ്ടാക്കാൻ പറ്റും. രാമകൃഷ്ണദേവൻ ഈ 3 കർമ്മങ്ങളെ, സഞ്ചിത കർമ്മം, പ്രാരബ്ധകർമ്മം, വർത്തമാനകാലത്തെ കർമ്മം, 3 കാലത്തെ കർമ്മങ്ങളെ ആവനാഴിയിലെ 3 അമ്പുകളായിട്ടാണ് പറഞ്ഞത്. ഇതിൽ ഒരമ്പെടുത്ത് തൊടുത്തു വിട്ടു. ആ തൊടുത്തുവിട്ട അമ്പ് പ്രാരബ്ധമാണ്. അതെവിടെയാണോ ചെന്ന് പതിക്കണത് അതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് കർമ്മഫലത്തെ അനുഭവിക്കാതെ ഒരാൾക്കും കടന്നു പോകാൻ പറ്റില്ല. ഇത് തന്നെയാണ് സുനീതി പറഞ്ഞു കൊടുത്തത്. നമ്മളെല്ലാം ഓരോരുത്തരും അനുഭവിക്കണത് അവനവൻ്റെ കർമ്മഫലമാണ് ഉണ്ണി. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരിലും ഒരു തെറ്റും കാണണ്ട.
ദാ ഈ പ്രാരബ്ധ ആകുന്ന ആ അമ്പ് തൊടുത്തുവിട്ടു, അതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ. ഒരെണ്ണം ആവനാഴിയിൽ കിടപ്പുണ്ട്, ഒരെണ്ണം കയ്യിലിരിപ്പുണ്ട്. ആവനാഴിയിൽ കിടക്കുന്നത് സഞ്ചിത കർമ്മമാകുന്ന ശരമാണ്. കയ്യിൽ എടുത്ത് പിടിച്ചിരിക്കുന്നത് വർത്തമാനകാലമാകുന്ന ശരമാണ്. തൊടുത്തുവിട്ടത് പ്രാരബ്ധമാണ്. അതിൻ്റെ ഫലം അനുഭവിക്കണം. എന്നാൽ ആ ആവനാഴിയിൽ കിടക്കുന്ന സഞ്ചിതകർമ്മമാകുന്ന ശരത്തെയും കയ്യിലിരിക്കുന്ന വർത്തമാനകാലമാകുന്ന ശരത്തെയും നശിപ്പിക്കാൻ സാധിക്കും പൂർണ്ണമായിട്ടും. തൊടുത്തുവിട്ടതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ. ആ തൊടുത്തുവിട്ട ശരം പോലെയാണ് പ്രാരബ്ധകർമ്മം. അതനുഭവിച്ചേ തീരൂ. അതനുഭവിക്കാതെ ഒരാൾക്കും ഇവിടെ നിന്ന് കടന്നു പോകാൻ പറ്റില്ല. എന്നാൽ അനുഭവിച്ച് തരണം ചെയ്യാനുള്ള ശക്തിയാണ് ഭഗവത് ഭജനം കൊണ്ട് കിട്ടണത്. മറ്റു രണ്ട് കർമ്മങ്ങളും പൂർണ്ണമായിട്ട് സഞ്ചിതകർമ്മത്തെയും വർത്തമാനകാലത്തെയും ഇല്ലാതാക്കാൻ പറ്റും. പ്രാരബ്ധകർമ്മത്തെ ഭജനം കൊണ്ട് തരണം ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിന് ഭഗവാങ്കൽ ഉത്തമമായ ഭക്തി വേണം എന്ന് പറഞ്ഞു കൊടുത്തു. അനവധി നരകങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിന് ചുരുക്കമായി ഇതാണ് മനസ്സിലാക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു. അല്ലയോ, അതുകൊണ്ട് ആ ഈശ്വരനെ ആശ്രയിക്കൂ. സർവാശ്രയനായ അവിടത്തെ ആശ്രയിച്ച് പ്രാരബ്ധത്തെ അനുഭവിച്ച് തരണം ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം നേടൂ എന്ന് കാണിച്ചു കൊടുത്തു. അതീവ ശ്രേഷ്ഠമാണ് ഈ മനുഷ്യജന്മം. ഇത് വെറുതെ പാഴാക്കാനുള്ളതല്ല. ഇദം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹിമേ ഹൃദയം യത്ര ധർമ്മ പൃഷ്ടോ കൃതോ മേ യഥധർമ്മ ആരാതതോ ഹി മാം ഋഷഭം പ്രാഹുരാര്യ. ഋഷഭദേവൻ തൻ്റെ പുത്രന്മാർക്ക് ഉപദേശിച്ചു തന്നെയാണ്, പുത്രന്മാരെ, ഈ ശരീരം അതീവ ശ്രേഷ്ഠമാണ്, ഈ മനുഷ്യദേഹം. അപ്പം ഈ മനുഷ്യജന്മം കിട്ടിയ നമ്മൾ ഇതിൻ്റെ ലക്ഷ്യം അറിഞ്ഞുകൊണ്ട് ജീവിക്കണം. പൂർണ്ണ സത്വസ്വരൂപമായ എൻ്റെ ഈ ഹൃദയത്തിൽ ധർമ്മമാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. എന്നിൽ നിന്നും ഉണ്ടായ നിങ്ങളും ധർമ്മസ്വരൂപികളാണ്, സത്വസ്വരൂപികളാണ്. അപ്പം ആ ധർമ്മത്തെ നെഞ്ചിലേറ്റി അധർമ്മത്തെ പിന്തുടരുന്നത് കൊണ്ടാണ് എന്നെ ലോകര്, ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെന്നെ ഋഷഭൻ എന്ന് വിളിക്കണത്. അതുകൊണ്ട് തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേ യസ്മാൽ ബ്രഹ്മസൗഖ്യം തു അനന്തം. ദിവ്യമായ തപസ്സു ചെയ്യൂ പുത്രന്മാരെ. അന്ധക്കരണ ശുദ്ധി കൈവന്ന് ആ ബ്രഹ്മാനന്ദം അനുഭവിക്കൂ. അതിനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് മഹൽ സേവാം ദ്വാരമാഹുർ വിമുക്തേ തമോദ്വാരം യോഷിതാം സംഗി സംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്ത വിമന്യവ സുഹൃദ സാധവോയേ. മഹാത്മാക്കളെ സേവിക്കലാണ് മോക്ഷമാർഗത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടണത്. എന്നാൽ വേണ്ടാത്ത കൂട്ടുകെട്ട് ഉള്ള മാർഗവും കൂടെ അടഞ്ഞു പോകും. അത് സംസാരത്തിലേക്കുള്ള ദ്വാരമായിട്ട് മാറുമെന്നർത്ഥം. ആരാ മഹാത്മാക്കള്? മഹാന്തസ്തേ സമചിത്ത പ്രശാന്ത. സമചിത്തരായിരിക്കും അവർക്ക്, അവര് ശാന്തി അനുഭവിക്കുന്നവരായിരിക്കും എന്ന് കാണിച്ചു കൊടുത്തു. ഭക്തി തന്നെ പ്രധാനം എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. രാജൻ പതിർഗുരുരലം ഭവതാം യദൂനാം
ദൈവം പ്രിയ കുലപതി ക്വച കിങ്കരോവ അസ്ത്വേവമംഗ ഭഗവാൻ ഭജതാം മുകുന്ദോ മുക്തിം ദദാതി കർഹിജിൽ സ്മ ന ഭക്തിയോഗം. ഭക്തി കിട്ടലത്ര എളുപ്പമൊന്നുമല്ല. ഋഷഭദേവൻ തൻ്റെ പുത്രന്മാരോട് പറയേണ്ട, രാജാവേ, പറഞ്ഞു കൊടുക്കുകയാണ്. ആ പുത്രന്മാരോട് പറഞ്ഞു കൊടുത്തത് ഇവിടെ പരീക്ഷിത്ത് രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ് ശുകമഹർഷി. അല്ലയോ രാജാവേ, അങ്ങേക്കും അങ്ങയുടെ വംശത്തിനും അനവധി ഐശ്വര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ആ കൃഷ്ണൻ. യാദവന്മാരുടെ നാഥനുമാണ്. അവർക്കും സർവ്വ ഐശ്വര്യങ്ങളും കൊടുത്തു. തന്നെ ഭജിക്കുന്നവർക്കൊക്കെ വേണ്ടതൊക്കെ കൊടുത്തു. ആ മുകുന്ദനെ ഭജിക്കുന്നവർക്കൊക്കെ സകലവിധ ഐശ്വര്യങ്ങളും കൊടുക്കുന്നുണ്ട്. മോക്ഷം കൊടുക്കും കുറച്ചു പേർക്കൊക്കെ. പക്ഷേ മുക്തി കൊടുത്താലും ഭക്തി എളുപ്പത്തിൽ കൊടുക്കില്ല. മുക്തിം ദദാതി കർഹിജിൽ സ്മ ന ഭക്തിയോഗം. ഐശ്വര്യം കൊടുക്കും, കുറേ പേർക്കൊക്കെ മോക്ഷം കൊടുക്കും, എന്നാലും ഭക്തി കൊടുക്കില്ല. ഭക്തി കിട്ടലെത്ര എളുപ്പമൊന്നും അല്ല എന്ന് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇവിടെ പറയാണ്, ആ ഭക്തി നേടുക തന്നെ വേണം. ഭഗവത് ഭജനം ചെയ്ത് ആ ഭഗവത് ഭക്തി നേടി മുക്തി നേടൂ. ഈ 14 ലോകങ്ങളെ വർണ്ണിച്ച് ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ട ബ്രഹ്മാണ്ടങ്ങളെ വർണ്ണിച്ച് പൂർത്തീകരിച്ചു. 7 മഹാസമുദ്രങ്ങളും 7 ദ്വീപുകളും ചേർന്ന ഈ ഭൂഗോളത്തെയും വർണ്ണിച്ച് പൂർത്തീകരിച്ചു. ഈ 14 ലോകങ്ങളെയും പറഞ്ഞ് ഭൂലോകത്തെയും ഭൂർലോകത്തെയും സ്വർഗലോകത്തെയും സൗരയൂഥത്തെയും സപ്തർഷിമാരുടെ മണ്ഡലത്തെയും ധ്രുവൻ്റെ മണ്ഡലത്തെയും പിന്നെ അതിന് മുകളിലായിട്ടുള്ള ജ്യോതിശ്ചക്രത്തെയും വർണ്ണിച്ച് കാലത്തെ തിരിക്കുന്ന കാലപുരുഷനായ ഭഗവാൻ ആ കാലചക്രം തിരിയുന്നതിനനുസരിച്ച് ദിനരാത്രങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, പക്ഷങ്ങൾ, മാസങ്ങൾ, ഋതുക്കൾ, അയനങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു. അതിനനുസരിച്ച് ജനനമരണങ്ങൾ, സുഖദുഃഖാദികൾ, ആധിവ്യാധികൾ, ജരാനരകൾ ഇതൊക്കെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. ജീവനുള്ളവയ്ക്കും ജീവനില്ലാത്തവയ്ക്കും നാശം സംഭവിക്കേണ്ട. വലിയ വലിയ പർവ്വതങ്ങളൊക്കെ ഇടിഞ്ഞു തകർന്നു പോണു, ജലാശയങ്ങൾ വറ്റി വരണ്ടു പോണു, ചിലപ്പോൾ ചില നദികൾ വഴിമാറി ഒഴുകണു. എല്ലാറ്റിനും മാറ്റം സംഭവിക്കും. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും, കായ് വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. കാലചക്രത്തിൻ്റെ ഈ ഭ്രമണത്തിൽ മരണാദികൾ, സുഖദുഃഖാദികൾ, ആധിവ്യാധികൾ, ജരാനരകൾ ഇതൊക്കെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ആരൊക്കെ എപ്പോഴൊക്കെ ഉണ്ടാകുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അഹോ വിചിത്രം ഭഗവൽ വിചേഷ്ടിതം. ഭഗവാന്റെ ലീലകൾ അത്ഭുതകരമാണ്. ആർക്കും തസ്യ കശ്ചിൽ തപസാ വിദ്യയാവാ ന യോഗവീര്യേണ മനീഷയാവാ. ഒരാൾക്കും അയാളുടെ തപശക്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ശക്തി കൊണ്ടോ മറ്റൊരാളുടെ സഹായം കൊണ്ടോ ഒന്നും, തപശക്തി കൊണ്ട് ഒന്നുകൊണ്ടും ഈശ്വരൻ്റെ സങ്കല്പങ്ങളെ ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല.
ആർക്കും ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ആ വസ്തുവിനെ തിരിച്ചറിയാൻ കേവല ഭക്തി കൊണ്ട് സാധിക്കുകയും ചെയ്യും. ന തസ്യ കശ്ചിൽ തപസാ വിദ്യയാവാ ന യോഗവീര്യേണ മനീഷയാവാ നൈവാർത്ഥധർമ്മൈ പരതഃ സ്വതോ വാ കൃതം വിഹന്തും തനുഭൃത് വിഭൂയാൽ. ഒരു വിധത്തിലും അറിയാൻ പറ്റാത്ത ആ വസ്തുവിനെ കേവല ഭക്തി കൊണ്ടറിയാൻ സാധിക്കുകയും ചെയ്യും. അല്ലയോ രാജാവേ, ശ്രുത്വാ സ്ഥൂലം തഥാ സൂക്ഷ്മം രൂപം ഭഗവതോ യതി സ്ഥൂലേ നിർജിതമാത്മാനം ശനൈ സൂക്ഷ്മം ധിയാ നയേദിതി. ദൃശ്യമായ ഈ പ്രപഞ്ചം ഭഗവാന്റെ സ്ഥൂല രൂപമാണെന്ന് വർണ്ണിച്ചു കഴിഞ്ഞു. അപ്പം ആ ഭഗവാന്റെ സ്ഥൂല രൂപത്തെയും സൂക്ഷ്മരൂപത്തെയും വേണ്ടതുപോലെ ശ്രവിച്ചിട്ട് അതിൽ സ്ഥിരമായി ഉറയ്ക്കുന്ന മനസ്സിനെ മെല്ലെ മെല്ലെ ബുദ്ധി കൊണ്ട് സൂക്ഷ്മരൂപത്തിൽ ഉറപ്പിക്കണം. സ്ഥൂല രൂപത്തിൽ ഭജിച്ച് സൂക്ഷ്മരൂപത്തിലായി മനസ്സിലുറപ്പിച്ച് പിന്നെ അന്തര്യാമി സ്വരൂപത്തിലേക്കാക്കണം. അങ്ങനെ ഭജിച്ച് ആ ദിവ്യ തേജസ് ഉള്ളിൽ പ്രകാശിക്കണം. രാജാവേ, ഭൂദ്വീപവർഷസരിതദ്രിനഭസമുദ്ര പാതാളദിങ്നരകഭാഗണലോക സംസ്ഥാ ഗീതാമയാ തവ നൃപാത്ഭുതമീശ്വരസ്യ സ്ഥൂലം വപു സകല ജീവനികായ ധാമ. ഹേ രാജാവേ, ഞാൻ അങ്ങയോട് ഭൂമി, ദ്വീപുകള്, പർവ്വതങ്ങള്, ആകാശം, സമുദ്രങ്ങള്, പാതാളം, ദിക്കുകള്, നരകങ്ങള്, നക്ഷത്രഗണങ്ങള് എന്നിങ്ങനെ ലോകസ്വരൂപം സകല ജീവസമൂഹത്തിൻ്റെയും ആധാരമായിരിക്കുന്ന ഈശ്വരൻ്റെ അത്യത്ഭുതകരമായ സ്ഥൂല രൂപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ദൃശ്യമായ ഈ പ്രപഞ്ചം ഭഗവാന്റെ സ്ഥൂല രൂപമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വരൂപൻ എന്ന് ഭഗവാന് പേര് തന്നെ വന്നത്. പ്രപഞ്ചസ്വരൂപൻ, വിശ്വരൂപൻ. അങ്ങനെ വിശ്വരൂപനായ അവിടത്തെ ധ്യാനിക്കൂ. ഈ ദൃശ്യമായ പ്രപഞ്ചത്തെ ഭഗവാന്റെ സ്ഥൂല രൂപമായി കണ്ടുകൊണ്ട് കണ്ടറിഞ്ഞ് ഭജിച്ച് മനസ്സിൽ കൊണ്ടുവരൂ. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മരൂപിയായി കണ്ട് അന്തര്യാമി സ്വരൂപനായിട്ട് കാണാൻ സാധിക്കട്ടെ. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. സർവ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സർവ്വജീവജാലങ്ങൾക്കുള്ളിലും ചൈതന്യമായിട്ടിരിക്കുന്ന അവിടത്തെ ആശ്രയിക്കൂ. അതിനായിട്ട് സാധിക്കട്ടെ. ഈ സ്ഥൂലരൂപത്തെ കണ്ട് ഭജിച്ച് സൂക്ഷ്മരൂപത്തിൽ ഉള്ളിൽ കൊണ്ടുവന്ന് അന്തര്യാമി സ്വരൂപത്തിലായിട്ട് ഭജിക്കാൻ സാധിക്കട്ടെ. ഉള്ളിൽ തെളിയട്ടെ. നിന്നെ എന്നുള്ളത്തിൽ കാണുമാറാകണം. ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണം. പാവമാവെന്നെ നീ കാക്കുമാറാകണം. എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം. നിന്നെ ഞാനെന്നുമേ കാണുമാറാകണം. സർവത്ര
ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ